ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ശറഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, യാസീൻ മിഷ്കാത്ത് ഗ്രൂപ്പിന്റെ ദിവസേന ഉണ്ടാകുന്ന ഉത്ബോധന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം സംശയ നിവാരണ സീസണിൽ അറ്റൻഡ് ചെയ്യുന്നത് നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും വളരെ ആദരപൂർവ്വം മുന്തസ്ത എന്ന് വിളിക്കുന്ന മുന്തസ് പാവങ്ങാടാണ്. 10-20 വർഷമായി ദീനീ പ്രബോധന രംഗത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ മുന്തസ്ത ഒരു എഴുത്തുകാരി കൂടിയാണ് കേട്ടോ. 11ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു നല്ല പ്രാസംഗികയുമാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ് എന്ന് മുന്തസ്ത തന്നെ പറയും. ആദരപൂർവ്വം മുന്തസ്തയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോവഡ് സിസ്റ്റേഴ്സ്, പതിവിന് വിപരീതമായി ഇന്നത്തെ ടോപ്പിക് ഞാനൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചതായിരുന്നു. ടോപ്പിക് എന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ വിഷയത്തിൽ നമ്മുടെ സ്ത്രീകൾക്കൊന്നും തന്നെ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഹൈഡ് ചെയ്ത് വെച്ചത്. ഇൻഷാ അല്ലാ വിഷയം പറയാം. നമ്മുടെ ഇന്നത്തെ Q&A സെഷൻ അറ്റൻഡ് ചെയ്ത് എന്നോട് ഇന്റർവ്യൂറായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള സെലീന മണ്ണാർക്കാട് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. ജീവിതത്തിന്റെ യാതൊരു എന്താ പറയാ പുരോഗമന മേഖലയിലേക്കും എത്തി നോക്കിയിട്ടില്ലാത്ത കേവലം ഒരു കുഗ്രാമമായ മണ്ണാർക്കാടിൽ ജനിച്ചു വളർന്നു ഒരു കടല് പോലും കാണാൻ ഭാഗ്യമില്ലാത്ത ഒരു സഹോദരി ഇവർ യാസീൻ മിഷ്കാത്ത് ഗ്രൂപ്പിൽ ജോയിൻ ആയതോടുകൂടി അവരുടെ എല്ലാ കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു തആല വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല സമീപഭാവിയിൽ സെലീന നല്ലൊരു പ്രാസംഗികയാകുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം. അവരാണ് നമ്മോട് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഇന്റർവ്യൂറായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വിഷയത്തിന്റെ സസ്പെൻസ് പൊട്ടിക്കുകയാണ്. അതായത് പള്ളിയിൽ പോകുന്നത് കൊണ്ട് എന്ത് കാര്യം അല്ലേ, പള്ളിയിൽ പ്രവേശനത്തിന്റെ ഫളായിലുകൾ, ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നതിനായിട്ട് സെലീനയെ ക്ഷണിച്ചോളൂ. സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖി അംബിയായി വൽ മുർസലീൻ റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ അമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല അൻത തജാലുൽ ഹസന ഇദാ ശിഅത സഹല. സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചിട്ട് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല. അതായത് ഇസ്ലാമിക ശരീഅത്തിൽ നമുക്ക് സ്വന്തമായ ഒരു അഭിപ്രായവും പാടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യാവസ്ഥയാണ്. സമീഅന വ അത്വഅന. അതായത് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു നമ്മോട് എന്തൊന്ന് കൽപ്പിച്ചുവോ അത് ചെയ്യുകയും എന്തൊന്ന് നിരാകരിക്കാൻ കൽപ്പിക്കപ്പെട്ടുവോ അതിന് നിരാകരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ, അതായത് ഒരു മോമിനിന്റെ, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. ഈ വിഷയത്തിൽ, അതായത് സ്ത്രീകളുടെ പള്ളിയിൽ പോക്ക് എന്ന വിഷയത്തിനെ കുറിച്ച് നമുക്കറിയാം, വിവിധ മദ്ഹബികൾ തമ്മിൽ വളരെ അടി നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന ഒരു വ്യക്തമായ രൂപരേഖ, അതായത് Q&A സെഷൻ തന്നെ, സ്ത്രീകൾ പള്ളിയിൽ പോകണോ പോകണ്ടേ, പോയാലുള്ള ഫളായിലുകൾ എന്തെല്ലാം എന്ന വിഷയത്തെ കുറിച്ച് ഞാനൊരു യൂട്യൂബിൽ ഒരു നല്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഇതിനെ സംബന്ധിച്ച് പറയുന്ന മൻ യുത്തിഇ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്. ആരെങ്കിലും അവൻ റസൂലിനെ അനുസരിച്ചു എങ്കിൽ തീർച്ചയായും അവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചത് അല്ലേ. റസൂൽ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചട്ടയായി അള്ളാഹു പറയുന്ന അതേ വോയിസിലാണ് റസൂൽ നമുക്ക് പകർത്തി തരുന്നത്. പിന്നെ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസ്തനതി ഇംറാത്തു അഹദിക്കും ഇലൽ മസ്ജിദി
ഫലാ തംനൗഹ. ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദ്യസ്ഥിതിക്ക് ഞാൻ ഒരൊറ്റ ഹദീസ് മാത്രം ഉദ്ധരിക്കുന്നു. അതായത് സാലിം റളിയല്ലാഹു തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഒരാളുടെ ഭാര്യ പള്ളിയിലേക്ക് പോകാൻ അനുമതി ചോദിച്ചാൽ അവിടെ തടയരുത്. ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ്? ബുഖാരി ഇമാം അല്ലെ. ബുഖാരി മുസ്ലിമും പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖു അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസാണത്. പിന്നെ ഇതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കാണുക. അതായത് 100ഓളം സ്വഹീഹ് ഹദീസുകളും ഖുർആൻ വചനങ്ങളും സ്ഥിരപ്പെട്ടിട്ടും ഒരു ചെറിയ വിഷയം, അതായത് പിന്നെ സ്ത്രീകളെ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ പിന്നെ നമസ്കരിക്കുക എന്നുള്ള ഒരു ഹദീസ് അത് ലൈഫ് ആണെന്നും പറയപ്പെടുന്നു. അല്ലാഹു ആലം. അതിനെ പിന്നെ ബലപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ജനങ്ങൾ ഇന്ന് പള്ളിയിൽ പോകാണ്ട് വീടുകളിൽ അടങ്ങിയിരിക്കുന്നത്. മറ്റെല്ലാ വിഷയത്തിലും അവര് ഇൻവോൾവഡ് ആണ് അല്ലെ. ഒന്നിലും അവർക്കൊരു കുറവും ഒരു ഒഴിവുകേടും ഇല്ല. എന്നാൽ പള്ളി വിഷയത്തിൽ മാത്രം അശ്രദ്ധ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഞാൻ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാ. വെള്ളിയാഴ്ച സുജനത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ടോന്നോ? അതല്ലേ ഉള്ളൂ. ഇസ്ലാമിക സമൂഹത്തിൽ പള്ളികൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ആരാധനാലയം എന്ന നിലയിൽ മാത്രമല്ല, സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് പള്ളികൾ. അതായത് സാഷ്ടാംഗം സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന ഒരു പിന്നെ അർത്ഥത്തിലാണ് മസ്ജിദ് എന്ന് പള്ളിക്ക് പേര് വന്നിട്ടുള്ളത് അല്ലെ. മുസല്ല, നമസ്കരിക്കുന്ന സ്ഥലം എന്ന നിലക്ക് നമ്മൾ മുസല്ല എന്ന് പറയുന്നത് പോലെ നമസ്കാരം നിർവഹിക്കുവാനും അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുവാനും മുസ്ലിം സമൂഹത്തിൽ പൊതുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയാണ് പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതകൾ അതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. അതായത് ഖുർആനിൽ ഒരാഴ്ചയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് വെള്ളിയാഴ്ചയെ കുറിച്ചിട്ടാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയായിരുന്നു. അത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. പിന്നെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാകുന്നു. അത് റിപ്പോർട്ടഡ് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, സൂര്യൻ ഉദിക്കുന്ന ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാകുന്നു. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കപ്പെട്ടതും അദ്ദേഹം മരണപ്പെട്ടതും അന്നേ ദിവസമാണ്. ഭൂമിയിലെ മനുഷ്യരും ജിന്നുകളും അല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് ഭയത്തിലാണ്. വെള്ളിയാഴ്ച പ്രഭാതത്തിലായിരിക്കും അത് സംഭവിക്കുക. റിപ്പോർട്ടഡ് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ദിവസം അതായത് ഖിയാമത്ത് നാല് വെള്ളിയാഴ്ച ആയിരിക്കും സംഭവിക്കുക. അന്നേ ദിവസത്തിൽ സംഭവിക്കാനുള്ള പിന്നെ കാര്യങ്ങളെ കുറിച്ച് പക്ഷിമൃഗാദികൾ ഭയവിഹ്വലതയിലാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നുല്ലേ. ഒരു കൂസലില്ലാണ്ട് ജീവിക്കുന്ന നമ്മളുടെ ഒരു ധൈര്യം എവിടെ എത്തി നിൽക്കുന്നുല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം വളരെ ഉത്തമമായ ദിവസമാണ്, നേതാവാണ്, ഏറ്റവും അഫ്ളലാണ്. പക്ഷെ അതിലൊരു ഭയപ്പാടും കൂടി അടങ്ങിയിരിക്കുന്നു. എന്ത്? ഖിയാമത്ത് നാൾ അന്നായിരിക്കും സംഭവിക്കുക അല്ലേ. അർച്ചോനെ റബ്ബെ, ഏറ്റവും നല്ല അമലുകൾ ചെയ്ത് നല്ല അമലു സ്വാലിഹാത്തിന്റെ ഉടമകളായിക്കൊണ്ട്, അതായത് നന്മയുടെ തുലാസിൽ ഭാരമേറിയ അമലുകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മലക്കുകൾ, ആകാശം, ഭൂമി, കാറ്റ്, പർവ്വതങ്ങൾ, സമുദ്രം എന്നിവ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുന്നു. അതായത് എല്ലാ സാധനങ്ങളും മേലെ പറഞ്ഞ് ജന്തു ജീവജാലങ്ങൾ എന്നാ പറഞ്ഞ, എന്നാൽ മലക്കുകൾ, ആകാശം, ഭൂമി, കാറ്റ്, പർവ്വതം, സമുദ്രം, കൊടുങ്കാറ്റിലെ എല്ലാ സാധനങ്ങളും അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നു. ഇബ്നു മാജ റിപ്പോർട്ടഡ്. പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് അല്ലെ. അപ്പൊ വെള്ളിയാഴ്ചക്ക് അങ്ങനെയും കൂടെ ഒരു മഹത്വമുണ്ട് അല്ലെ. വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് വ്യാഴം മഗ്‌രിബ് മുതൽ വെള്ളി മഗ്‌രിബ് വരെയുള്ള സമയത്താണ്. അൽഹംദുലില്ലാഹ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പള്ളിയിൽ പോകൽ ഇത്രയും പ്രതിഫലം ഉണ്ടായിട്ടും സ്ത്രീകൾ ഫർളാക്കാത്തത്?
അത് ഒരു നല്ല ചോദ്യമാണ് അല്ലേ? എന്തുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പോകാൻ ഫറലാക്കിയില്ല എന്നുള്ളത്. അതായത് ഞാൻ ചോദിക്കട്ടെ സഹോദരിമാരെ, അർഹമുറാഹിമീനായ റബ്ബിലെ നമുക്കൊരു ലുറും ഉദ്ദേശിക്കുന്നില്ല. നമുക്കെല്ലാം തന്നെ അള്ളാഹുവിന് നമ്മളോട് നമ്മുടെ ഉമ്മയേക്കാൾ, അതായത് 100% സ്നേഹമുണ്ട്, ലവ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇത് ഇത്രയും പ്രതിഫലമുള്ള ഒരു കർമ്മമായിട്ടും പിന്നെ ഫറലാക്കാതിരുന്നത്. ബിക്കോസ് ഇങ്ങനെ അഥവാ ഫറലാക്കിയിരുന്നെങ്കിൽ എൻ്റെ ഒരു കുട്ടിക്ക് പനിക്കുന്നു, ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ ബോക്സ് എന്തെങ്കിലും അസുഖമായി 2-3 ആഴ്ച എൻ്റെ കുട്ടി കിടപ്പിലാണെങ്കിൽ, ഒരാഴ്ച ഭർത്താവ് പോയ അടുത്ത ആഴ്ച ഞാൻ പറയും നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കി, കുട്ടീനെ നോക്ക്, ഞാൻ പോട്ടെ പള്ളിയിൽ നിന്ന്, അല്ലേ? അതായിരിക്കും അവസ്ഥ. നമ്മൾ പറയല്ലോ നമുക്ക് പ്രതിഫലമാണ് ഒന്ന്. രണ്ടാമത്താണെങ്കിൽ വീട്ടിൽ ഒരുപാട് ജോലികളോ ഉമ്മയോ ആരെങ്കിലും അസുഖമായിട്ട് കിടപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗസ്റ്റ് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, എന്തെങ്കിലും വീട്ടിന്റെ പിന്നെ റിപ്പയറിങ് വർക്ക് നടക്കുകയൊക്കെ ആണെങ്കിൽ പണിക്കാരൊക്കെ അതെടുക്കാൻ ഇതൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അത്തരത്തിലുള്ള എമർജൻസി ഘട്ടങ്ങളിൽ പോലും സ്ത്രീകൾ എന്ത് പറയും? പള്ളിയിൽ പോകണമെന്ന് വാശി പിടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം, മേ ബി, നമുക്കറിയില്ല. അതിന്റെ പിന്നെ ഹുക്കും എന്താന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഏതായാലും അജബൻ അജബ, അള്ളാഹുവിന്റെ വിധി. ഇന്നല്ലാഹ അഹ്കമുൽ ഹാക്കിമീൻ, ഏറ്റവും നല്ല വിധികർത്താക്കളിൽ ഉത്തമനായ വിധികർത്താവ് അള്ളാഹു ആണ്. അതായിരിക്കാം അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, നമ്മൾ തന്നെ ഈ പുരുഷന്മാരാണെങ്കിൽ പോലും അവർക്കും യാത്രയിലോ രോഗിയായി കിടക്കുന്ന അവസരങ്ങളിലോ ഒക്കെ ജുമ മിസ്സാക്കുന്നതുകൊണ്ട് നോ പ്രോബ്ലം. യാത്രയിൽ ജുമ വേണം, കഴിയുമെങ്കിൽ നമസ്കരിച്ചാൽ മതി. അതൊരു ഫറലല്ല എന്ന് മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. ജുമാ ജമാഅത്തുകളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലുള്ള നഷ്ടം എന്താണെന്ന് നമുക്കൊക്കെ ആ നഷ്ടം എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറെ പറയാനുള്ള എന്ത് ലാഭം എന്ന് ചോദിക്കുന്നതായിരിക്കും. അതായത് ഞാൻ ഇപ്പൊ ഈയിടെയായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് നടത്തണമെന്നും ഇത് സ്ത്രീകളെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണമെന്നും എൻ്റെ മനസ്സിനൊരു ചൊറിച്ചൽ തോന്നിയിട്ട് കുറെ കാലമായി. ഞാനും ഒരു സുന്നി ആശയക്കാരി ആയിരുന്നെങ്കിലും വർഷങ്ങളായിട്ട് ഇപ്പം പള്ളിയിൽ പോകലും സലഫി വിഷയങ്ങൾ സംസാരിക്കുകയും സലഫി വിഷയങ്ങൾ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഫളായിലുകൾ ഒന്ന് നമ്മുടെ സമൂഹത്തെ അറിയിക്കണമെന്ന് എനിക്ക് അതിയായ ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോൾ ഏകദേശം 75 പ്രതിഫലങ്ങൾ, അതായത് 75ഓളം കൂലികൾ ഇതിൽ സ്ഥിരപ്പെട്ടു വന്നതായിട്ട് കാണാൻ പറ്റി. ഞാൻ വായിക്കുന്ന ഒരൊറ്റ ഹദീസ് പോലും റിപ്പോർട്ടർ ഇല്ലാണ്ട് സ്വഹീഹായ അടിസ്ഥാനത്തിൽ അല്ലാത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത്രക്ക് പിന്നെ റഫറൻസ്ഡ് ഹദീസുകളാണ്. ഇൻഷാ അല്ലാ എന്ത് കൂലി എന്നാണ് നമ്മുടെ സഹോദരി സെലീന ചോദിച്ചിട്ടുള്ളത്. എന്നാൽ എന്താണ് നഷ്ടം എന്ന്. അപ്പം എന്താണ് നഷ്ടം എന്നല്ല, ആക്ച്വലി എന്താണ് ലാഭം എന്നാണ് നമ്മളിവിടെ പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപാട് കൂലി തരാമെന്ന് ഓഫറുകൾ ചെയ്ത ഒരുപാട് കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ജമാഅത്ത് അല്ലെ ജമാഅത്ത് നമസ്കാരം. രണ്ടും ഇതിൽപ്പെടും. രണ്ട് വിഷയം കൂടി ചേർത്താണ് പറയുന്നത്. അതായത് വൈദാ റഔ തിജാറത്തൻ ഔ ലഹ്ഫൻ ഫളൂ ഇലൈഹാ വതറഖൂക ഖായിമൻ. അതായത് വല്ല വ്യാപാരമോ പിന്നെ വിനോദമോ കണ്ടാൽ നിങ്ങൾ അവർ അങ്ങോട്ട് തിരിയുന്നുവല്ലോ, പറയുക ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിനോദത്തെക്കാളും വ്യാപാരത്തെക്കാളും വിശിഷ്ടമാകുന്നു അല്ലാഹു ഖൈറുർ റാസിഖീൻ. അതായത് വിഭവദാതാക്കളിൽ ഏറ്റവും ഉത്തമനായ ഖൈറുർ റാസിഖീൻ ആണ് അള്ളാഹു. അതായത് മദീന പരിസരത്താണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഇതുപോലെ പിന്നെ ജുമാ നടക്കുമ്പോൾ അതിന് പുറത്തൊരു പിന്നെ കച്ചവട സംഘം വന്നു. കച്ചവട സംഘം ദബ്ബും കോൽക്കലൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു വരിക ആ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ അത് കേട്ട ഒരുപാട് ആളുകൾ പിരിഞ്ഞു പോവുകയുണ്ടായി. ആ തദവസരത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഹായത്താണിത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് പിന്നെ വിനോദത്തെക്കാളും വ്യാപാരത്തെക്കാളും ബിസിനസ്സിനേക്കാളും മറ്റെന്ത് ജോലിയേക്കാളും സർക്കാർ ഉദ്യോഗമാകട്ടെ എന്തുമാകട്ടെ അതിനേക്കാളൊക്കെ ഉത്തമം ഹൈറും മിൻ ദാലിക അല്ലെ, അള്ളാഹുവിന്റെ ഭവനവും ജുമായും തന്നെയാണെന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം അതായത് 10ാമത്തെ ആയത്തിൽ, അതിന്റെ മുൻപത്തെ ആയത്തിൽ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി, അതായത് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പരന്നോളി അല്ലെ. ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ തന്നെ ഇരിക്കണമെന്നൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങൾ മഹ്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാം.
ധാരാളമായിട്ട് അള്ളാഹുവിനെ സ്മരിക്കുക അല്ലെ. അന്നേരം നിങ്ങൾക്ക് വിജയം ബിസിനസ്സിലാവട്ടെ, നിങ്ങൾ ജോലിയിലാവട്ടെ, മറ്റെന്തിലും വിജയം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായിട്ട് സ്മരിച്ചു കൊണ്ടിരിക്കാനാ പറയുന്നത്. അപ്പം ജുമാക്ക് പോവുക, കൃത്യസമയത്ത് എത്തുക, ജുമായിൽ പങ്കെടുക്കുക, അതൊക്കെ മഹത്തായ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് ഖുർആൻ പറയുന്നതായിട്ട് നമുക്കറിയാം അല്ലെ. അതായത് നമസ്കാരക്കാർക്കത്രേ നാശം. നമസ്കാരം വളരെ ശ്രദ്ധയോടും കാര്യഗൗരവത്തോടും കൂടിയൊക്കെ നിർവഹിക്കേണ്ടത് നമ്മുടെ ഒരു അതിപ്രധാനമായ കടമകളിൽ പെട്ടതാണ്. അതായത് ഇബ്നു ഖയ്യൂം റഹിമഹുല്ല പറയുന്നു, മനുഷ്യരുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയുമാകുന്നു അല്ലെ. അപ്പൊ വെള്ളിയാഴ്ചയ്ക്കും ഒരുപിടി പ്രതിഫലങ്ങൾ ഉണ്ട്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, വല്ലവനും പ്രഭാതത്തിലും വൈകുന്നേരവും പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ആ സമയത്തെല്ലാം അള്ളാഹു അവന് സ്വർഗത്തിൽ വിരുന്ന് തയ്യാറാക്കുന്നതാണ്. മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ഈ കേൾക്കുന്നതിലെ? അള്ളാഹു നമുക്ക് വിരുന്നൊരുക്കേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കില്ലേ, എന്താണ് ഇതിന്റെ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്നിപ്പം 4000, 5000 ഒക്കെ സ്ക്വയർ ഫീറ്റിൽ വമ്പൻ വീടുകൾ എടുക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തൊരു വിഡ്ഢിത്തമാണ് നശ്വരമായ ഭൂലോകത്തിലെ എന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ എന്നിരുന്നാലും ഇതുപോലത്തെ ഒരു ഭയങ്കരമായ ലോകത്ത്, ആകാശ ലോകത്ത് നമുക്കും വലിയ വീടുകളും ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ആ വിരുന്നിൽ ഇവരുണ്ടല്ലോ യൂട്യൂബേഴ്സിന്റെ ജേണിയിൽ അവർ കാണിക്കുന്ന വീടുകള്, അന്നേരം അത് ചെയ്യുന്ന ഈവന്റ് മാനേജ്മെന്റ്സ്, അവിടെ ഒരുക്കിയിട്ടുള്ള ഫെസിലിറ്റീസ്, ആ പന്തലിന്റെ പകട്ട്, ആ ഭക്ഷണത്തിന്റെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാ, ഇതെന്താണ് ഇത് കാണുന്ന? അല്ലാനെ ഭയപ്പെടുകയും ചെയ്യൂലേ. അതല്ല, അത്രക്കൊന്നും ഇവിടെ വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പൊ നിങ്ങൾക്കറിയാം അവർ എന്തൊക്കെ ഫുഡുകളാണ് അവിടെ ഒരുക്കിയിട്ടുണ്ടാവല്ലേ. എത്ര തന്നെ ഫുഡുകൾ, എത്ര തന്നെ വെൽക്കം ഡ്രിങ്ക്സ്, സാലഡ്സ്, പാസ്ട്രി, ഇനി ഒരു സാധനവും ഇല്ല. ഏതെല്ലാം നാട്ടിൽ എന്തിനധികം പറയുന്നു, ഒരു തോണി കൊണ്ടുപോയി വെച്ചിട്ട് അതിൽ നിറച്ച് ഐസ് ഇട്ടിട്ട് ഫ്രഷ് മീൻ വരെ അവൈലബിൾ ആണ്. എന്നിട്ട് അന്നേരം പൊരിച്ചു കൊടുക്കുന്ന രീതിയിൽ അല്ലേ. അത്രയും ഫെസിലിറ്റി ഒരുക്കിയ ആ ഒരു വിരുന്നിന് പോയാൽ പോലും നമ്മുടെ വയറ് ഒരു ചാൺ വയറാണ് അല്ലേ. അത് എത്ര ഭക്ഷണം ഉണ്ടെങ്കിലും നമുക്ക് തിന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, കുടിക്കുന്നതിന് അല്ലേ. അതും നോക്കി 40 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒടുക്കത്തെ പേടിയാ, ഷുഗർ വരുമോ, പ്രഷർ വരുമോ. ഇനി ഇല്ലെങ്കിലും വരൂലെന്നാണെങ്കിൽ പോലും നമ്മൾ വെറുതെ, അത് അള്ളാഹു നമ്മളെ ഹൃദയത്തിൽ ഇട്ടെന്ന ഒരു ഭയമാണ് അല്ലേ. അപ്പൊ നമുക്കൊന്നും തിന്നാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അധികം ജ്യൂസ് കുടിക്കൂല. മധുരവും ജ്യൂസും വെറുതെ കയറ്റണ്ട, പലതരത്തിൽ കളർഫുൾ ഡ്രിങ്ക്സ് ആണ് അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ഫുഡിന്റെ അടുത്ത് വന്ന മന്തി, ബിരിയാണി, നെയ്ച്ചോറ്, ഹൈദരാബാദി, ഞാൻ പറഞ്ഞില്ല, ഫ്രൈഡ് റൈസ്, സാധാ ചോറ് മീൽസ് ആണെങ്കിൽ നല്ല പൊരിച്ചതും കൂട്ടുകറി, എല്ലാവിധ സദ്യ വട്ടങ്ങളും അല്ലേ. ഇതെല്ലാം നമുക്ക് കഴിക്കാൻ അധികം പറ്റൂല. ഇനി അഥവാ കഴിക്കാന്ന് വെച്ചാൽ പാടില്ല അല്ലെ. അധികം ഭക്ഷണം കഴിക്കാൻ പാടില്ല. 3-1, എന്നാലും 2-1 ആയി പോവും നമ്മൾ കഴിക്കുമ്പോ. അത്രയും കഴിച്ചാൽ തന്നെ നമുക്കൊരു പേടിയാണ്, പഠിച്ചോൻ ഇത് കഴിച്ചല്ലോ, ഇത് തിന്നത് കൊണ്ട് പ്രശ്നമാവോ, തിന്നാൻ പറ്റേനോ, ഈ ഫംഗ്ഷന് പങ്കെടുത്തൊക്കെ ഉള്ള ബേജാറ. എന്നാൽ ആകാശ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന വിരുന്നിന്റെ ഒരു അതിശയം എന്താ, എന്തൊക്കെ ആയിരിക്കും അവിടെ സാധനം. ഇതൊക്കെ തിന്നുന്നതിന് നമുക്ക് വല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അള്ളനെ പേടിക്കണോ, നാട്ടുകാരെ പേടിക്കണോ, വയറിനെ പേടിക്കണോ, ഷുഗറിനെ പേടിക്കണോ? ഒന്നും പേടിക്കണ്ട അല്ലേ. സാധാരണ വലിയ ഫംഗ്ഷന് പോയിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് നിറച്ച് ഫുഡ് വേണം തോന്നി എടുത്താൽ തന്നെ നമുക്ക് പേടി. അല്ല, ഇവര് കണ്ടോ മോശമല്ല, അങ്ങനെ തോന്നും അല്ലേ. ഇത് അവിടെ ആരെയും പേടിക്കാനില്ല, അവിടെ എനിമീസ് ഇല്ലാത്തൊരു ലോകമാണ് അല്ലേ. അപ്പൊ അത്രയും നല്ലൊരു സ്ഥലത്ത്, ആ ആകാശ ലോകത്ത് മലക്കുകൾ പറഞ്ഞാൽ നമുക്കൊക്കെ അവിടുത്തെ പണിക്കാര് അള്ളാഹു ഇരുന്നൊരുക്കി വിളിക്കും പോലെ. അള്ളാഹു, അതായത് നമ്മൾ പള്ളിയിലേക്ക് എപ്പോഴൊക്കെയാണോ നടന്നു പോണ ആ സമയത്തൊക്കെ അള്ളാഹു നമുക്ക് വിരുന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നില്ലേ. അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലത്തെ ഒരു വിരുന്നിൽ നാളെ അവിടെ വെച്ച് പങ്കെടുപ്പ് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർക്കെല്ലാം അല്ലെ, അതിനുള്ള ഒരു മഹത്തായ സൗഭാഗ്യം ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. പിന്നെ ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലമാണ് അത്രേ. അതായത്
പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കുന്നതിന് വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ, വുളു ചെയ്ത് പുറപ്പെട്ടാൽ ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലമാണ്. അപ്പൊ ഒരു ദിവസം 5 സമയത്ത് ആണുങ്ങൾക്ക് എന്ത് പ്രതിഫലം ഉണ്ട്? ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉണ്ട് അല്ലെ? നമുക്ക് അങ്ങനെ പറ്റൂല. എന്നിരുന്നാലും കോഴിക്കോടിന്റെ കുറ്റിച്ചിറ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംസ്കാരം നിലകൊള്ളുന്ന ഒരു പ്രത്യേക നാട്ടുകാരാ. അവര് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കെയർഫുൾ ആണ്. ആ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ നോമ്പും നമസ്കാരമൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടെടുക്കും. പക്ഷെ അവരിൽ ചില വീട്ടുകാർ ബാങ്കിന് 5 വക്തും പള്ളിയിൽ റമദാനിൽ മാത്രമല്ല റമദാൻ അല്ലാത്തപ്പോഴും പോകുന്നതായിട്ട് കാണാം. അൽഹംദുലില്ലാ, നമുക്കൊന്നും അതിന് പറ്റുന്നില്ല. അത് സങ്കടമാണ് അല്ലേ? പിന്നെ ഇനിയിപ്പോ ദുബായിലും അങ്ങനെ കണ്ട സ്ഥലത്തെങ്കിലും UGC കൺട്രിയിലൊക്കെ ഉള്ളവരും പറയും നമ്മളൊക്കെ പള്ളിയിൽ എല്ലാ ഭക്തും പോകും. അത്ര അടുത്തൊക്കെ പള്ളി ഉണ്ടാവും അല്ലെ? അതൊരു വലിയൊരു ഭാഗ്യം. ഞാൻ എപ്പോഴും ദുആ ചെയ്യും, പഠിച്ചോനെ പള്ളിന്റെ അടുത്ത് ഒരു വീട് വേണം, എന്നാൽ നമുക്ക് തോന്നുമ്പോ പള്ളിയിൽ പോയി ഇരിക്കാലോ അല്ലെ? മഗ്‌രിബിന് പോയി ഏശ വരെ ഇരിക്കാം, സുബഹിക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്റാഖ് വരെ ഇരിക്കാം. അതൊക്കെ ഒരുപാട് പ്രതിഫലമുള്ള കാര്യങ്ങളല്ല, ചിലർക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. പക്ഷെ ഈ അനുഗ്രഹം പല സ്ത്രീകളും കാണുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഫർള് നമസ്കാരം പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കുന്നതിന് ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു നിർവഹിച്ച് പുറപ്പെടുകയാണെങ്കിൽ അവൻ ഇഹ്റാം ചെയ്ത ഹാജിയുടെ പ്രതിഫലമുണ്ട്. അബൂദാവൂദ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാൻ ഇത്തരത്തിലുള്ള നന്മകൾ ജീവിതത്തിൽ പകർത്താനും അതുവഴി ഒരു ഉന്നത സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അള്ളാഹു സന്തോഷിക്കും അത്രേ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ സന്തോഷം, അള്ളാഹുവിന്റെ ഇഷ്ടം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ രോമം എടുത്ത് പിടിക്കണം അല്ലെ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പള്ളിയിൽ പോകുന്നവർ പോലും ഇത് മനസ്സിലാക്കുന്നുണ്ടോ എനിക്കറിയില്ല അല്ലെ? അതായത് ഒരു മുസ്ലിം നമസ്കാരത്തിനും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനുമായി സ്ഥിരമായി പള്ളിയിൽ ഇരുന്നാൽ തങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരു ബന്ധു തിരിച്ചെത്തിയ പോലെ അള്ളാഹു സന്തോഷിക്കുന്ന. അതായത് ചില ആണുങ്ങൾ പഠിച്ചവനെ മാതല്ല കാക്കട്ടെ, ചില പെണ്ണുങ്ങളൊക്കെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ്, എന്റെ ഹസ്ബൻഡിനെ കാണില്ല, എന്റെ ഒപ്പനെ കാണുന്നില്ല അല്ലെ? എത്രയോ കാലം കഴിഞ്ഞ് അവര് തിരിച്ചു വരുമ്പോ ആ വീട്ടുകാരൊരു സന്തോഷം എന്തായിരിക്കില്ലേ? അതുപോലെ അള്ളാഹു സന്തോഷിക്കും. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യമാണോ പള്ളിയിൽ പോണം അത്രയും പ്രാവശ്യം അള്ളാഹുവിന്റെ സന്തോഷം കൂടി ലഭിക്കുന്നു അല്ലെ? ഞാൻ ഉദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്‌രിബ് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് സുന്നത്ത് നമസ്കാരം ആരംഭിച്ചു. അങ്ങനെ ഇശാ നമസ്കാരം വരെ തുടർന്നു. അവിടുന്ന് പുറത്തിറങ്ങി. അപ്പൊ ആ സമയം വരെ ഇരുന്ന് കുറെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നമസ്കാരത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അവൻ നമസ്കാര സ്ഥലത്ത് ഇരിക്കുന്നവത് വരെ. അതായത് മാ ദാമ ഫി മുസല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലൈഹി. അവൻ എത്ര സമയമാണോ ആ മുസല്ലയിൽ ഇരിക്കുന്ന ആ സമയം അത്രയും മലക്കുകൾ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അവനോട് കരുണ കാണിക്കണമേ, അല്ലാഹുവേ അവന് ഗുണം ചെയ്യണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കും അല്ലെ? അങ്ങനെ ആ ഇരിക്കുന്നു അവന് നന്മ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ അർഹംഹു വലാ യസാലു അഹദുഹും ഫീ സ്വലാത്തി മാ അൻതളറ സ്വലാത്ത്. അതായത് നിങ്ങൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ച് എത്ര സമയമാണോ ഇരിക്കുന്ന ആ സമയം അത്രയും നമസ്കാരത്തിലായിരിക്കും. ഉദാഹരണമായിട്ട് മഗ്‌രിബ് നിസ്കരിച്ച ഒരാള് ഇശാ നമസ്കാരം വരെ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പള്ളിയിലോ അല്ലാത്തപ്പോഴോ നമ്മൾ മുസല്ലയിൽ ഇരിക്കുകയാണ്, എന്താ സംഭവിക്കുക? അദ്ദേഹം നമസ്കാരത്തിലാണ് മലക്കുകൾ എഴുതുക അല്ലെ? നമ്മളെ പോയ അന്തം മുട്ടിപ്പോയ എത്ര സമയമൊന്നും ഞാൻ നിസ്കരിച്ചിട്ടില്ല, നമ്മൾ മഗ്‌രിബ് നിസ്കാരം നിർത്തി പിന്നെ ഏശ വരെ ഇരിക്കുകയാണ് അല്ലെ? പിന്നെ മഗ്‌രിബിനും ഇശാക്കുള്ള സമയം വളരെ കുറവാണ്, എന്നാൽ അതിനുള്ള പ്രതിഫലം വളരെ മഹത്വവുമാണ്. അള്ളാഹു മലക്കുകളോട് പറയും, അവന്റെ അടിമകളെ കണ്ട് പെരുമ പറയുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠകരമായിരിക്കും. അള്ളാഹു മലക്കുകളോട് നമ്മളെ കുറിച്ചിട്ട് വളരെ അഭിമാനപൂർവ്വം പറയും അത്ര, എന്ത് നമ്മൾ നിസ്കാരത്തിൽ ഇരിക്കുന്നത് കണ്ടാലില്ലേ? അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അത്തരത്തിലുള്ള സൗഭാഗ്യം ലഭിക്കുന്ന സഹോദരിമാർ ഒരുപാടുണ്ട് അല്ലെ? നമുക്കൊക്കെ വളരെ ദൂരമായത് കൊണ്ടാണ്, എന്നാലും ഒഴിവുള്ളവർക്കൊക്കെ ഇങ്ങനെ പോയി ഇരിക്കാം അല്ലെ ആ സമയത്തൊക്കെ. പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്ത് നമസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പൊ ഇത്രയും ഒരു പ്രതിഫലമുള്ള ഒരു നമസ്കാരമാണ് നമ്മൾ കളയുന്നതിലെ. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ഭക്തിയിലും ഇപ്പൊ എന്റെ ഉപ്പൊക്കെ എനിക്കറിയാം, എന്റെ കുട്ടികളൊക്കെ കല്യാണം, നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോഴും അന്ന് 12-12:30 മണിക്ക് അവിടെ ആളെ റിസപ്ഷനിൽ സ്വീകരിക്കാൻ നോക്കും. ബാങ്ക് കേട്ട അപ്പം പോയിട്ട് നിസ്കരിക്കും. അതൊന്നും ഇത്രയൊന്നും തക്കവേ ഉഷൊന്നും ഇല്ലാത്ത ആ കാലത്ത് നമ്മളൊക്കെ വിചാരിക്കുമായിരുന്നു, എന്തിനാണ് ഇപ്പൊ പോണത്, ഈ ആളൊക്കെ പോയിട്ട് സ്കരിച്ചാ പോരെന്ന് തോന്നുമായിരുന്നു അല്ലെ? പാവം അദ്ദേഹത്തിന്റെ മണ്ണും അല്ല വായിൽ മണ്ണും നമ്മളെ വായിൽ
ഉമിനീരുമാണല്ലേ പാവത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതുപോലെ ആരെല്ലാം ഉപ്പമാര് മരിച്ചു പോയിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അവരെല്ലാം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരുപക്ഷെ പോണവർക്കും അറിയണ്ടാവൂല അല്ലെ, ഇത് ഇത്ര പ്രതിഫലം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടാവൂല. ചിലപ്പോ അടുത്ത പള്ളി ഞാൻ പോണുണ്ടാവും, പക്ഷെ എത്ര ആ പ്രതിഫലം അവർക്കും ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവൂല. യെസ്, കറക്റ്റ്. സെലീന ചോദിച്ചത് വളരെ ശരിയാ. ഇതിപ്പോ നമ്മളിപ്പം പല കാര്യങ്ങളും എന്തോ ഒരു വർത്താനം ഉണ്ട്, ആനക്ക് ആനന്റെ പെരുപ്പറിയില്ല, അതുപോലെ സെലീന ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. അതായത് ആ പോയിട്ട് എന്ത് പ്രതിഫലം, ഇത്രയും പ്രതിഫലം കിട്ടുമെന്ന് അറിയാണ്ട് ഒരുപാട് വരുന്നവരുണ്ട് അല്ലെ. നമ്മളെ പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്, എന്നാൽ അവർക്ക് പോലും ഇത് ഇത്രക്ക് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെയും തീർന്നില്ല. ഇതിപ്പോ 9ാമത്തെ 10ാമത്തെ, അതായത് ഇബ്നു ഔസ് ിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആരെങ്കിലും ജുമാ ദിവസം കഴുകുകയും കുളിക്കുകയും ജുമാക്ക് പുറപ്പെടുകയും വാഹനം കയറാതെ നടന്നു പോയി കുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ അവന് എന്താണ്, ജുമാ ദിവസം കുളിച്ച് ശുദ്ധിയായി നഖം വെട്ടി, ആണുങ്ങളാണെങ്കിൽ പെർഫ്യൂം, പെണ്ണുങ്ങൾക്ക് പെർഫ്യൂം പാടില്ല കേട്ടോ, ഈ വിഷയത്തിൽ പെണ്ണുങ്ങൾ പെടൂല. ഇനിയിപ്പോ രാത്രി ഇശാന്റെ സമയത്ത് വരെ കിടക്കുമ്പോ ആരെങ്കിലും പെർഫ്യൂം പുരട്ടി പോയെങ്കിൽ ആ പെർഫ്യൂം പരട്ടിയോല് പള്ളി പോരുതെന്നാ പറയുന്നത്. അപ്പൊ പെണ്ണുങ്ങള് പെർഫ്യൂം പുരട്ടാൻ പാടില്ല അല്ലെ. അങ്ങനെ അവന്റെ ഓരോ കാലടിക്കും ഓരോ വർഷത്തെ പ്രവർത്തനമുണ്ട്, അഥവാ ഒരു വർഷത്തെ നോമ്പിന്റെയും നമസ്കാരം. എന്താണ് ഈ പറയുന്നില്ലേ, ഒരു ജുമ നിസ്കരിച്ചാൽ നമ്മൾ ഒരു വർഷം നോമ്പ് നോറ്റ കൂലി, ഒരു വർഷം നമസ്കരിച്ച കൂലി അല്ലേ. അപ്പൊ സഹോദരിമാര്, നമ്മുടെ ജുമ വെറുതെ കാരണമില്ലാതെ നഷ്ടപ്പെടുത്തുന്നവര് ഇന്ന് നമ്മളെ സമൂഹത്തിൽ എന്താന്നാ പറയാ, സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകള് പിന്നെ അങ്ങനെ ഉണ്ട്. എന്താന്ന് വെച്ചാല് ഭർത്താവ് നാട്ടിലുണ്ടാവില്ല, കുട്ടികൾ ഏതെങ്കിലുമൊക്കെ ഹയർ സ്റ്റഡീസിന് ഇതെല്ലോ പല സ്ഥലങ്ങളിലും പഠിക്കായിരിക്കും, അവര് മാത്രം വീട്ടിലുണ്ടാവുക, ഭക്ഷണം ഉണ്ടാക്കണ്ട. എന്നിരുന്ന് വെറുതെ ഇരുന്നാൽ പോലും അവരെന്ത് ചെയ്യൂല, വെറുതെ ഇരുന്നാൽ പോലും വെറുതെ ഇരുന്നാൽ പോലും നമസ്കരിക്കാൻ പോവൂല അല്ലെ, ജുമാ ജമാഅത്തിൽ പങ്കെടുക്കൂല. ഇത്രയും പ്രതിഫലമല്ലേ നമ്മളെ സ്ത്രീകൾ നഷ്ടപ്പെടുത്തുന്നതിലെ. ഒഴിവില്ലാത്തവര് വേറെ. ഇനിയിപ്പോ സർക്കാർ ഓഫീസുകളാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും എന്ത് ജോലിക്കാരാണെങ്കിലും ആ ഒരു മണിക്കൂർ എല്ലാവർക്കും അലൗഡ് ആണ് പുറത്തു പോയി ജുമാ നിസ്കരിക്കാൻ അല്ലെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ജുമാ എന്ന് പറയുന്നത് ഈ ഒരു ജുമ അടുത്ത ജുമ വരെയുള്ള പാപമോചനമാണ്. നമുക്ക് ഒരു ജുമ നിസ്കരിച്ച ആള് അടുത്ത ജുമ വരെ അയാളുടെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് പറയുന്നത്. അന്ത്യനാളിൽ എല്ലാ പ്രതീക്ഷകളും അടയുമ്പോൾ വിശ്വാസിക്ക് പ്രകാശം പരത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. പുണ്യ നബി പല ഹദീസുകളിലായി ഇത്തരം സൽക്കർമ്മങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. അവയിൽ ചിലതിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, രാത്രി ഇരുട്ടിൽ പള്ളിയിലേക്കുള്ള നടത്തം. സുബഹിക്കും ഏശാക്കും വിശ്വാസി പള്ളിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് പ്രകാശം പരത്തുന്നതാണ് അല്ലെ. പുണ്യ നബി അലൈഹിസ്സലാം സൂചിപ്പിക്കുന്നത്, അത് അബൂദാവൂദിൽ ഇത്തരം ഒരു ഹദീസ് കാണാം. അതായത് വിശ്വാസികൾ പള്ളിയിലേക്ക് പോകുന്നത് ദിനത്തിൽ അവർക്ക് പ്രകാശമായിരിക്കും, ഖബറിൽ പ്രകാശമായിരിക്കും അല്ലെ. അതായത് എന്താളിലെ കൂരിരുട്ടത്തന്ന് കണ്ണ് കാണാണ്ട് ഓടുമ്പോ ഒരു സത്യവിശ്വാസിനെ കാണുമ്പോ നിൽക്കൂ, അവിടെ നിൽക്കൂ, നിങ്ങളെ പ്രകാശം നമ്മൾ ഒട്ട് ലേശം എടുത്തോട്ടെ, കടമെടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന ആ അവസരത്തിൽ ഈ രാത്രിക്ക് ഏശക്കും സുബയ്ക്കൊക്കെ പള്ളിയിൽ പോണവർക്ക് നല്ല വെളിച്ചായിരിക്കും അല്ലെ. അൽഹംദുലില്ലാ, അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കൂടാനും മൈശറയിൽ നല്ല പ്രകാശമുണ്ടാനും ഖബറ് വെളിച്ചമുണ്ടാനും ഖബർ ഒരു സ്വർഗ പൂങ്കാവനമായി മാറാനും അള്ളാഹു വിധി കൂട്ടുമാറാകട്ടെ. പിന്നെ പള്ളിയിലേക്ക് നടന്നു പോകുക. അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം ഇബ്നു റിഫ അലൈഹിസ്സലാം പറയുന്നു, ജുമാക്ക് പോകുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനുടെയും കാലിൽ പാദത്തിൽ പൊടി പറ്റിയാൽ ആ സ്ഥാനം എരിച്ച് കളയരുതെന്ന് നരകത്തോട് കൽപ്പിക്കുക. അതായത് പള്ളിയിൽ സ്ഥിരമായിട്ട് പോയിട്ടുള്ള ഒരാളെ കാല് അള്ളാഹു നരകത്തിൽ ഇടൂലാന്ന് അല്ലേ. അതിന്റെ അർത്ഥം എന്താ, കാല് മാത്രം കൊണ്ട് നരകത്തിൽ വെക്കാണ്ട് ബോഡി ഇടാൻ പറ്റും, അങ്ങനെ ഇല്ല അല്ലെ. അപ്പൊ അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ആരാ പറഞ്ഞ? ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത് അല്ലെ. ഒരുപാട് പ്രതിഫലം ഉണ്ട്. നിങ്ങൾ ബോധം കെട്ടുപോകും പ്രതിഫലം കേട്ടാ. ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് ഇത്രയും വിശദമായിട്ട് മനസ്സിലാക്കുന്നത്. എത്ര കൂലികളാണ് മനുഷ്യന്മാരെ പള്ളിയിൽ പോകുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പള്ളിയിൽ വരുന്ന കൂലി, സദസ്സിന്റെ കൂലി, ജമാഅത്ത് നമസ്കാരത്തിന്റെ കൂലി, അണിയുടെ കൂലി,
സമയത്തിന് അങ്ങനെ എത്ര പ്രതിഫലമാണ്. സമയത്തിന് മുമ്പേ തന്നെ പള്ളിയിലേക്ക് വുളു എടുത്ത് പുറപ്പെട്ടാലില്ലേ, അതും വല്ലതും പഠിക്കാനോ തികഞ്ഞ പിന്നെ എന്തെങ്കിലും ആയത്തുകൾ പഠിക്കാൻ പുറപ്പെട്ടാണെങ്കിൽ തികഞ്ഞൊരു ഹജ്ജിന്റെ പൂർണ്ണമായ ഹജ്ജിന്റെ കൂലി അല്ലേ, നമസ്കാരത്തിന്റെ കൂലി കിട്ടും. പിന്നെ ലുഹാ നമസ്കാരത്തിന്റെ കൂലി അതിന് വേറെ തന്നെ കൂലിയാണ്. പിന്നെ അവിടെ നിന്ന് ആയത്ത് പഠിക്കുക. ആയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഖുർആൻ പഠിതാക്കളാ, എല്ലാ സ്ത്രീകളും ഒന്നുക്കൽ ഹിഫ്ള് അല്ലെങ്കിൽ തജ്വീദ് ഇങ്ങനെ പഠിതാക്കളാ. അത് പഠിക്കാനോ അതല്ല വേറെന്തെങ്കിലും അപ്പൊ മറന്നുപോയ അതിലൊന്നും പെടാത്തവരാണ് മറന്നുപോയ സൂറത്തുകൾ പഠിക്കാൻ നിന്നാൽ അതും ഒരുപാട് പ്രതിഫലമാണ് അല്ലേ. നമ്മുടെ ദുആ, എന്റെ റബ്ബേ എനിക്ക് ഇൽമ നൽകണേ. സൗണ്ട് ഒരു ചെലപ്പ് ഇല്ല അല്ലേ. കുഴപ്പമില്ല. നമ്മുടെ ദുആ അല്ലാഹുവേ റബ്ബി സിദ്നി ഇൽമ എന്ന് പറയുമ്പോലെ നമുക്ക് അവിടെ പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പദവികൾ ഉയർത്തും അല്ലെ. അള്ളാഹു അറിവുള്ളവരെ അള്ളാഹു ഭയക്കൂ എന്നാണ് പറയുന്നത് അല്ലെ. അറിവുള്ളവർക്ക് വേണ്ടി ആകാശ ഭൂമിയിലുള്ള സകലതും പാപമോചനം തേടുന്നു. ആഴ്ചതോറും ഇത്തരത്തിലുള്ള ഇൽമിന്റെ സദസ്സുകളിലേക്കൊക്കെ പള്ളിയിലേക്ക് പോകുന്നവർക്ക് എത്രമാത്രം പ്രതിഫലമാണ് ലഭിക്കുക. മാത്രമല്ല ഇമാമിന്റെ കുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുകയും കുത്തുബയിൽ ആമീൻ പറയുകയും ചെയ്യാം. ഈ കുത്തുബ എന്ന് പറയുന്ന മനുഷ്യ മനസ്സിൽ, എന്തിനാ മലയാളത്തിൽ കുത്തുബ പറയുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യ മനസ്സിൽ എന്ത് തന്നെ കേട്ടാലും എന്ത് അറിവുണ്ടെങ്കിലും അത് ശേഖരിച്ച് വെക്കുന്നതിന്, അത് ഓർമ്മിച്ച് വെക്കുന്നതിന് ഒരു പരിധി ഉണ്ട്, 7 ദിവസം. അത് കഴിഞ്ഞാൽ അവനതിങ്ങനെ എക്സ്പയറി ആയിക്കൊണ്ടേ ഇരിക്കുക. അത് നമ്മളിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേ നിൽക്കണം. അതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ കുത്തുബ വെച്ച് ഓരോ വിഷയങ്ങളും കുത്തുബയിൽ ഖത്തീബ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഇന്റെ കുറ്റാണ് അല്ലെ, അത് മറ്റോലെ കുറ്റല്ല അല്ലെ. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ തിരുത്തിക്കൊണ്ടേ ഇരിക്കണം. ഒരുപാട് കാര്യങ്ങൾ റിന്യൂ ചെയ്യാനുള്ള ഒരു മഹത്തായ അവസരമാണ് പള്ളിയിൽ പോകാത്ത നിമിത്തം നമുക്ക് നഷ്ടപ്പെടുന്നത്. പിന്നെ അള്ളാഹുവിന്റെ തണലില്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസങ്ങളിൽ അതിന് 7 കൂട്ടർക്ക് അള്ളാഹു അർഷിന്റെ തണൽ ഇട്ട് കൊടുക്കും. അതിൽ ഒരു കൂട്ടർ ഏതാണ്? അള്ളാഹുവിന്റെ പള്ളികളുമായി ബന്ധപ്പെട്ടവർ അല്ലെ. അപ്പം പള്ളികളുമായി ബന്ധപ്പെട്ടവര് പിന്നെ അർഷിന്റെ തണലിലായിരിക്കും എപ്പോഴും. പള്ളി നിസ്കാരം എന്നുള്ള ചില ആളുകൾക്ക് അതിൽ ഭയങ്കര നിയമമാണ്. ഏത് കല്യാണത്തിന് പോയാലും വേറെ എന്തിനു പോലെ ഒക്കെ ഫർള് നമസ്കാരം എന്ന് പറയുന്നത് അവർക്ക് ആ സമയത്ത് തന്നെ അഫ്ളൽ വഖ്ത് തന്നെ നിസ്കരിക്കുന്നതിൽ ഭയങ്കര ഒരു കണിശത ഉള്ളവരാവും അല്ലെ. അത്തരക്കാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാട്ടെ. പള്ളിയൊക്കെ അടുത്തുണ്ടായിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് ഒരുപാട് പ്രതിഫലം വാങ്ങാനുള്ള ഒരു തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമാറാകട്ടെ. സുബ്ഹി നമസ്കാരത്തിന് ആണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പങ്കെടുത്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണാം അല്ലെ. അതായത് സ്ത്രീകളും വന്നിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹ ഉണ്ട് നബിനെ വിളിക്കുന്ന നബി എന്ന്. അപ്പൊ നബി അവിടെ നിന്ന് ഇരുട്ടത്ത് നിന്ന് എന്തോ കഥ പറയാ സഫിയ റളിയല്ലാഹു. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒന്നും നബി എല്ലാ ഭാര്യ വീട്ടിലും ഒരു ദിവസം ഒരു ഭാര്യന്റെ അടുത്തല്ലേ പോവാ. അപ്പൊ അവരുമായിട്ട് പോവാത്ത ദിവസമായിരിക്കും. എന്താ എമർജൻസി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാ. അന്നേരം 2-3 സ്വഹാബികൾ നടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈമുട്ടി വിളിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരീന്ന്. എന്താന്ന് ചോദിച്ചപ്പോൾ ഇത് എന്റെ ഭാര്യയാണ് കേട്ടോ. അന്നേരം ചോദിച്ചു അല്ലോ നബിയെ നമ്മളൊന്നും വിചാരിച്ചിട്ട് നമ്മളൊന്നും ചോദിച്ചേ. അത് പറഞ്ഞിട്ട് കാര്യം, മനുഷ്യന്റെ സിരകളിൽ കൂടി എപ്പോഴും ഒരാളെ കുറിച്ച് ചീത്തയായ വിചാരമാണ് ആദ്യം പോവുക, എന്നിട്ടേ നല്ലത് വരുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊരു തീർത്തതാണ്, സംശയം തീർത്താന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ അവസരത്തിൽ സുബഹിക്ക് വരെ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്നതിനുള്ള ഒരു തെളിവുമായിട്ട് നിങ്ങൾക്ക് ഈ ഹദീസിനെ കാണാം. 23 അതായത് പാവങ്ങളുടെ ഹജ്ജാണ് ജുമുഅ. ഇത് മാഷിറക്കാരൻ പറയുന്നു. അപ്പൊ സ്ത്രീകൾ പാവങ്ങളല്ലേ എന്ന്. അപ്പൊ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹജ്ജിന് പോകാനുള്ള കാശ് മുടക്കാനൊന്നും പറ്റൂല. പക്ഷെ അവർക്ക് പള്ളിയിലേക്ക് അതിന്റെ വൃത്തിക്ക് പോകാൻ പറ്റൂലേ. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അല്ലെ. എല്ലാ പള്ളികളിലും അള്ളാഹുവിനെ ആരാധിക്കുവാനും അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുവാനും വേണ്ടി അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന സത്യവിശ്വാസികളിൽ, ശിർക്ക് ചെയ്യാത്ത ബിദ്അത്ത് ചെയ്യാത്ത സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ കഹഫ് ഓതാം അല്ലെ. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ കഹഫ് ഓതാം. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓതി പോണവർക്കാണെങ്കിൽ പള്ളിയിൽ എത്തിയാൽ പിന്നെ നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കല്ലേ വേണ്ടി ധാരാളമായിട്ട് പാരായണം ചെയ്യണം. പിന്നെ ഓരോ കാലടിക്കും പദവികൾ ഉയർത്തപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു.
പിന്നെ ബാങ്ക് കൊടുത്തവന് വേണ്ടി അവന്റെ ശബ്ദം എത്തുന്നിടത്തിലോളം അകലത്തിലുള്ള പക്ഷി മൃഗാദികൾ അവന് വേണ്ടി ദുആ ചെയ്യും അത്രേ. ഇബ്ലീസിന് ഭയങ്കര വെറുപ്പാ. ഇബ്ലീസ് ബാങ്ക് കേൾക്കുമ്പത്തിന് എവിടോ ഓടിപ്പോ, എന്നിട്ട് പിന്നെ ബാങ്ക് കഴിഞ്ഞാൽ മടങ്ങി വരിക അല്ലെ. ഇബ്ലീസിന് ആ ബാങ്ക് തീരെ കേട്ടൂടാ. അപ്പൊ ഈ ബാങ്ക് എത്രയോ വർഷം കൊടുക്കുന്നവർക്ക് സ്വർഗം, എത്രയോ വർഷം ബാങ്ക് സ്ഥിരമായിട്ട് കൊടുത്തവന് സ്വർഗം ലഭിക്കും എന്നാ പറയുന്നത് അല്ലെ. അതങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുക്രി എന്നൊക്കെ പറഞ്ഞ വളരെ താന്നൊരു പോസ്റ്റിലുള്ളതാണ്. നമ്മൾ എഞ്ചിനീയറോ ഡോക്ടറോ അതിലും വലിയ 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 പോസ്റ്റും തെരഞ്ഞു പോകും അല്ലെ. അപ്പൊ അള്ളാന്റെ അടുത്തൊരു മഹത്തായ സ്ഥാനമുള്ള ഒരു പോസ്റ്റാണ് എന്ത്, ബാങ്ക് കൊടുക്കുന്നത്. നമസ്കാരത്തിന് സാക്ഷിയായവന് 25 ഇരട്ടി പ്രതിഫലം, അവയിലുള്ള പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അതായത് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തവന് 25 ഇരട്ടി എന്നും പറയുന്നുണ്ട്, 27 ഇരട്ടി എന്ന് പറഞ്ഞ് ചിലപ്പം 0 ആയിരിക്കും കിട്ടുക അല്ലെ. അതായത് ഒരു ജമാഅത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നും ഒരേ രീതിയിലല്ല പ്രതിഫലം. അല്ല, അന്ന് ഈ പാങ്ങാട് പള്ളി കൂടി എല്ലാവർക്കും ഒരേ കൂലി അങ്ങനെയല്ല അല്ല എഴുതുക അല്ലെ. ഓരോരുത്തർക്ക് അവരെ ഹുശൂവും ചിന്തകളും നിർത്തവും അവരെന്ത് വിചാരിച്ച, അന്നിപ്പോ പോയിട്ടില്ല എന്റെ ഫ്രണ്ട്സൊക്കെ എന്ത് വിചാരിക്കും, അല്ലെ പള്ളിയിലുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനൊക്കെ പോണോലും ഉണ്ടാവും മേ ബി അല്ലെ. അങ്ങനൊന്നും പോകാൻ പാടില്ല. നമ്മൾ യഥാർത്ഥ തഖ്വക്ക് വേണ്ടിയിട്ട് തന്നെ പള്ളിയിൽ പോണം. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയായ നിസ്കാരം നിർവഹിക്കുന്നതായി തന്റെ വീട്ടിൽ നിന്ന് ഉളു എടുത്ത് ശുദ്ധി വരുത്തിയ ശേഷം ഏതെങ്കിലും ഒരാൾ പുറപ്പെടുന്ന പക്ഷം അദ്ദേഹത്തിന്റെ കാലടികൾ വെക്കുന്നതിനനുസരിച്ച് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു അല്ലെ. ഓരോ കാലടി വെക്കുന്നതിനനുസരിച്ച് പാപങ്ങൾ പൊറുക്കുകയും പദവികൾ ഉയർത്തുകയും, എത്ര ദറജകളാണ് ഉയർത്തുന്നത്. പിന്നെ ഇഷാ സുബി ഇരുട്ടത്ത് പോയ പ്രതിഫലം പറഞ്ഞില്ലേ, വീണ്ടും അതിന്റെ പ്രതിഫലം പറയാനേ തീർന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ സലാത്തുൻ അഖല അലൽ മുനാഫിഖീന മിനൽ ഫജ്രി വൽ ഇശാഇ വലം യഅലമൂന മാ ഫീഹാ ലാ തൗഹുമാ വലൗ അബ്വ. അതായത് കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏശയും പിന്നെ സുബൈ എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടിനുള്ള പ്രതിഫലം എത്രയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവര് എന്താ മുട്ടുക, നമ്മളറിയില്ല, കാലിട്ട് നിരങ്ങി പോവാ, അങ്ങനെയെങ്കിലും പള്ളിയിൽ എത്തുമായിരുന്നു. ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ. അപ്പൊ അത്രമാത്രം പെർഫെക്റ്റ് ആണ് അത്. അങ്ങനെ ഇതിന്റെ ഒരു പ്രതിഫലം അറിഞ്ഞെങ്കിൽ, അതിപ്പം മുനാഫിക്കിനാണ് പറഞ്ഞതെങ്കിലും പള്ളി പോകാത്ത നമ്മൾ ആണുങ്ങളാണെങ്കിലും പോലും അതിൽ പെടും അല്ലെ. അപ്പൊ ശ്രദ്ധിക്കണം. എല്ലാ കഴിവുണ്ടായിട്ടും സ്കൂട്ടറും കാറും ഒക്കെ പോർച്ചിലുണ്ടായാലും പള്ളിയിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഉസ്മാൻ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മൻ സല്ലൽ ഇശാഇ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി വമൻ സല്ലൽ സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലല്ലാഹു കുല്ലുഹു. അതായത് കേൾക്കണേ, യേശന്റെ സുബൈന്റെ പ്രതിഫലം വീണ്ടും പറയുന്നു. ഒരാൾ ഇശാ നമസ്കരിക്കാനായി പള്ളിയിൽ പോയാൽ അർദ്ധരാത്രി വരെ നമസ്കരിച്ചവനെ പോലെയാണ് അല്ലെ. അവന് രാത്രി വരെ നിന്ന് നമസ്കരിച്ച പ്രതിഫലാണ്. ഒറ്റ ഹദീസിൽ സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ് അല്ലെ. അപ്പൊ രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ ഒരു ദിവസം മുഴുവൻ നിന്ന് നമസ്കരിച്ചതിനേക്കാൾ ഏറെ പ്രതിഫലം അല്ലെ. ഒന്ന് അർദ്ധരാത്രി വരെ, അതായത് രാവിലെ തൊട്ടായിരിക്കാം ഉദ്ദേശിക്കുന്ന, മേ ബി എനിക്ക് അറിഞ്ഞുകൂടാ, ആ സമയം വരെ നമസ്കരിച്ച പ്രതിഫലം. ഇഷാ ജമാഅത്തിന്. സുബൈ ജമാഅത്തിനോ രാത്രി മുഴുവൻ 12 മണിക്കൂർ നിന്ന് നമസ്കരിച്ച പ്രതിഫലം. ഇതൊക്കെ നമ്മൾ അറിയുന്നു അല്ലെ. അടുത്ത് പള്ളിയാണെങ്കിൽ പോകാത്ത ഒരുപാട് ആളുകളുണ്ട്. ദൂരെ പള്ളിയായിട്ട് പോകാൻ പറ്റായിട്ട് വിഷമിക്കുന്ന ആളുകളും ഉണ്ട് അല്ലെ. പിന്നെ ഉംറയുടെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ, അതായത് ളുഹ നമസ്കരിക്കുവാൻ ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ട് നടന്നു പോയാൽ ഉംറ ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. അപ്പൊ അതായത് വെള്ളിയാഴ്ച ദിവസം, അതല്ലാത്ത ദിവസം ഖുർആൻ ക്ലാസ്സിനൊക്കെ പോണവർക്കൊക്കെ ളുഹ നമസ്കാരം പള്ളിയിൽ നിന്ന് നമസ്കരിക്കാന്ന് വിചാരിച്ച് നെയ്യത്തും വെച്ച് നടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, ഉംറ ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഖുർആൻ പാരായണ പ്രതിഫലം അല്ലെ. പള്ളിയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ നമ്മൾ ഒരായത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു ചുവന്ന ഒട്ടകം, അതല്ലെങ്കിൽ ഗർഭിണിയായ ഒട്ടകത്തിന്റെ വില, അതായത് about 10 lakhs, 10 ലക്ഷത്തിലധികമാണ് വില. അത്രയും പ്രതിഫലം ലഭിക്കുന്ന ഒരു കേസാണ്. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അനാവശ്യ സംസാരങ്ങളിൽ ഒന്നും ഇടപെടാണ്ട് ധാരാളമായിട്ട്, അതും കഫ് വീട്ടിൽ നിന്ന് ഓതി വരികയാണെങ്കിൽ അമ്മ ജൂസിന്റെ താഴോട്ടുള്ള സൂറത്തുകളൊക്കെയാണ്
പെട്ടെന്ന് നമുക്ക് പ്രതിഫലം ഗെയിൻ ചെയ്യാൻ സാധിക്കൂലേ. അമ്മയത്തസാഅലൂൻ അതൊരായത്താണ്, ഒരു ചെറുതാണ്. വൽ ഫജ്ർ ല്ലേ, വല്ലൈലി ഇദാ യഗ്ഷ, അതൊക്കെ ചെറിയ ചെറിയ ആയത്തുകൾ. അതൊക്കെ ഓതിയാലും ഇതിന്റെ പ്രതിഫലം എത്രയാണ്? 1,00,000 തന്നെയാണ് ല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, രണ്ടാൾക്കാരുടെ വിഷയത്തിൽ അസൂയപ്പെടുന്നു ല്ലേ. ഖുർആൻ നൽകിയിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു, എന്നിട്ട് അത് രാത്രിയിലും പകലിലും അത് പാരായണം ചെയ്യുന്നു. ഒന്ന്. മറ്റൊരാൾക്ക് അള്ളാഹു ധനം നൽകിയിരിക്കുന്നു, രാത്രിയിലും പകലിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനും അയാളെ പോലെ ആയാൽ എത്ര നന്നായിരുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ അസൂയ അല്ലെ, ഈ വിഷയത്തിൽ അസൂയ ഹലാലാണ്. എല്ലാത്തിലും അസൂയ ഹറാമാണെങ്കിൽ പോലും ഇതിലെ അസൂയ ഹലാലാണ്. ഖുർആന റബിയ ഖൽബി, അള്ളാഹുവെ ഖുർആനിനെ എൻ്റെ മനസ്സിനെ നിത്യവസന്തമാക്കണമേ അല്ലേ. നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യാം. അപ്പൊ നമസ്കാരത്തിൽ ഓതിയാൽ, അതായത് പിന്നെ തഹജ്ജുദിലോ സുന്നത്ത് ഫർളിലും നമുക്ക് അധികം ഓതാൻ പറ്റൂല അല്ലെ. പ്രത്യേകിച്ച് ജമാഅത്താണെങ്കിൽ സുന്നത്ത് നമസ്കാരത്തിൽ ധാരാളമായിട്ട് ചിലരൊക്കെ ചോദിക്കും, സുന്നത്ത് നമസ്കാരത്തിൽ വജ്ജത്ത് വേണോ, അതല്ല സൂറത്ത് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം അല്ലെ. സുന്നത്തിലെയോടെയാണ് നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്നത് ല്ലേ. ഒരു പേരിന് മാത്രം അള്ളാഹു ഉള്ളവർക്കാണ് ഈ ഫർള് നമസ്കാരം. ഒരു ഫർള് നോമ്പ്, ഫർള് നിസ്കാരവും മാത്രം. അതേസമയം അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ള പ്രവാചകനോട് അടുത്തവർക്ക് എന്താ ഏറ്റവും കൂടുതൽ റസൂൽ അല്ലെ, പ്രവാചകനെ പിന്തുടരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സുന്നത്തുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്തു, വല്ലവനും വെള്ളിയാഴ്ച ദിവസം ജനാബത്ത് കുളിച്ച്, വെള്ളിയാഴ്ച ജനാബത്ത് കുളിക്കുന്നതിന് വിശിഷ്ടത ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ ആരും ഭർത്താവിന് സമ്മതിച്ചു കൊടുക്കാണ്ടിരിക്കണ്ട, അത് നല്ലതാണ് രണ്ടാഴ്ച ജനാബത്ത് കുളിച്ച് പള്ളി പോണം. എന്നിട്ട് ജുമാക്ക് പുറപ്പെട്ടാൽ അവൻ ആദ്യത്തെ യാമത്തിൽ പോകുന്നവൻ അവൻ ഒരു ഒട്ടകത്തെ അറുത്ത പ്രതിഫലം, രണ്ടാമത്തെ യാമത്തിൽ പോകുന്നവൻ ഒരു പശുവിനെ ബലി കഴിച്ച പ്രതിഫലം, മൂന്നാമത്തെ യാമത്തിൽ പോകുന്നവൻ ഒരു മുട്ടനാടിനെ ബലി കഴിച്ചവനെ പോലെ, നാലാമത്തെ യാമത്തിലാകുമ്പോഴോ ഒരു കോഴിയെ ബലിയർപ്പിച്ച പ്രതിഫലം, അഞ്ചാമത്തേതാണെങ്കിൽ ഒരു കോഴിമുട്ട. ഇതും കഴിഞ്ഞ് ചെല്ലുന്നവനോ, അതായത് മൗലവി പള്ളിന്ന് ഇമാമ് പിന്നെ പള്ളിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ശേഷമാണ് പള്ളിയിലെത്തുന്നെങ്കിൽ പ്രതിഫലം ഉണ്ടാവുക? വട്ടപൂജ്യം ല്ലേ, ഒന്നും കിട്ടൂല. അതായത് പള്ളിക്ക് എത്രമാത്രം വാതിലുകളുണ്ടോ ആ വാതിലുകളിലെല്ലാം തന്നെ ആര് കാവലിരിക്കുന്നുണ്ട്? ഈ മലക്കുകൾ കാവലിരിക്കും ല്ലേ. എന്താലേ അത്ഭുതം തന്നെ. ഈ മലക്കുകൾ ഇങ്ങനെ റെക്കോർഡിക്കലായിട്ടാ വരിക. സാധാരണ നമ്മള് ഇടത്തും ഇടത്തൊക്കെ മലക്കുകളുണ്ട്. അതേസമയം വെള്ളിയാഴ്ച ദിവസം സ്പെഷ്യൽ കിതാബും കൊണ്ടാ അവര് വരിക. ഇനിയിപ്പോ ഒരു കാരണം ഇല്ലെങ്കിലും നമ്മളെ ആണുങ്ങൾക്കൊക്കെ ഒന്നും തിരിഞ്ഞു കളിച്ച് 12:45 കഴിഞ്ഞ് പള്ളിയിൽ പോണ ഒരു റാഹത്താണ് ആണുങ്ങൾക്കൊക്കെ അല്ലെ. അങ്ങനെ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? മലക്കുകളെ രേഖയിലുണ്ടാവില്ല. ഓല് കുളിച്ചു പോയി വെറുതെ കവാത്ത് നടത്തി വന്നു ല്ലേ, അത്രേ ഉള്ളൂ ഉണ്ടാവുക. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ മാക്സിമം നേരത്തെ പോവാ. വീട്ടിൽ പണിക്കാരും ഒരു സ്വഹലും ഇല്ലാത്ത പതിയെ സ്ത്രീകളും തന്നെ ലേറ്റ് ആയിട്ട് വരുന്ന കാണാം. എന്നാൽ പല തിരക്കുകളുള്ളവര് രാവിലെ 9 മണിയാകുമ്പത്തിന് എല്ലാം ചെയ്തു വെച്ച് ഒരു 10-11 ആകുമ്പത്തിന് പള്ളിയിൽ എത്തുന്നതും കാണാം ല്ലേ. അപ്പൊ നമ്മള് എന്തായിരിക്കും, നമ്മളെ ഇന്റൻഷൻ അനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം കിട്ടുക. പിന്നെ സെലീന വെയിറ്റ് ചെയ്ത് മതിയായില്ലേ. സെലീന തീർന്നിട്ടില്ല, ഒരുപാട് കൂലികളുണ്ട്. എന്താക്കും അതൊക്കെ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാൻ കൽപ്പിച്ച സത്യങ്ങളാണല്ലോ പറയുന്നത്. ഇത് നമ്മളിലും വെളിപ്പെടണം. കാരണം ഞാനിപ്പോ ഈ ജനാപത്ത് അതൊക്കെ സ്ത്രീകൾക്കൊക്കെ പുതിയൊരു അറിവായിരിക്കാം, ആർക്കും ഇത് മനസ്സിലാവില്ല. അപ്പൊ അന്ന് അള്ളാഹു അതിനുകൂടെ നമുക്ക് പ്രതിഫലം നിശ്ചയിച്ചു എന്നൊക്കെ പറയും. നമ്മളിതൊന്നും കേട്ടിട്ടില്ല, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ചിലപ്പോ വെള്ളിയാഴ്ച ദിവസം പെണ്ണുങ്ങൾ സമ്മതിക്കൂലേ, നാളെ പള്ളിയിൽ പോണ്ടിയാണ്, ഇപ്പം പറ്റൂല, ഇപ്പം കുളിക്കാണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറുന്നോലുണ്ടാവും വെള്ളിയാഴ്ച ദിവസം. അപ്പൊ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് ആരോ ചോദിച്ചു, പ്രവാചകരെ പിന്നെ അതായത് ഇന്റർകോഴ്സ് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട പ്രതിഫലം ഉണ്ടോ? അന്നേരം പ്രവാചകൻ എന്തുകൊണ്ടില്ല, വൈനോട്ട് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു. അതായത് നിങ്ങൾ ഒരു സൽക്കർമ്മം ചെയ്യുന്നെങ്കിൽ പ്രതിഫലമുണ്ട് ല്ലേ, അതായത് ദുഷ്കർമ്മത്തിൽ നിന്ന് മാറി നിന്നാലും പ്രതിഫലമുണ്ട്. അതുപോലെ നിങ്ങളിപ്പം ഭാര്യനോടാണ് നിങ്ങളുടെ വികാരം, അതായത് നിങ്ങളെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവരോടാണെങ്കിൽ അത് തീർന്ന ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇല എത്രമാത്രം പൊഴിയുന്നുവോ അത്രമാത്രം പ്രതിഫലം ഉണ്ടാവും എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അതും നല്ലൊരു കാര്യം തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസം ബന്ധപ്പെടാൻ പ്രതിഫലമുണ്ട്. ജനാപത്ത് കുളിച്ചിട്ട് വൃത്തിക്ക് പോണോന്നേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. കാരണം നേരത്തെ പോകുന്നതിന് വല്ല പ്രതിഫലം ഉണ്ടോന്ന്, അതിന്റെ കൂടെ ഉത്തരപ്പം നിങ്ങൾ ഇതിൽ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ
ജുമാക്ക് നേരത്തെ പോകുന്നതിന് വല്ല പ്രതിഫലം ഉണ്ടോന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഒട്ടകത്തിന്റെ പ്രതിഫലം, പിന്നെ പശുവിന്റെ, അങ്ങനെ ഈ പ്രതിഫലങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയുന്ന. പക്ഷെ ഖുർആൻ ആയത്തോതിയാൽ ഇത്ര പ്രതിഫലം ഉണ്ട് ആർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല കേട്ടോ. ആ പള്ളിയിൽ കുത്തിരുന്ന് നല്ല കട്ടൻ രാജ് ഇങ്ങനെ ഓതി തന്നെ, അതായത് വലിയ ആയത്തോതി, അൽബക്കറൽ ആയത്ത്, ദൈന ആയത്തോതിയാലും അൽഫജർ ഓതിയാലും, യാസീനെ പറയുമ്പോൾ യാസീൻ ഒരു 3 വാക്കുകൾ കൂടിയിട്ടാണ് യാസീൻ ഉണ്ടാകുന്നത് അല്ലെ. അത് ഓതിയാലും ഒക്കെ ഒരേ പ്രതിഫലം. അപ്പൊ നമ്മൾ മാക്സിമം ആയത്തോതിയിട്ട് ഒരു 500,000 ഒക്കെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അത്രയും ആയത്തുകൾ അവിടെ ഇരുന്ന് ഭയങ്കര ശ്രദ്ധിച്ച് ഓതിക്കഴിഞ്ഞാൽ അതിനൊക്കെ ആയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയോട് കൂടി കുളിച്ച് വൃത്തിയായി മാറ്റി അലക്കിയ ഡ്രസ്സുകൾ ഇട്ട് അയൺ ചെയ്തൊക്കെ നമ്മൾ പോകുന്നത്. ഒരു പ്രത്യേക, അത് മാത്രമല്ല നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാം അല്ലെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, അയൽവാസികളെയൊക്കെ കാണാം. നമ്മൾ ഈ പള്ളിയിൽ പോയി കാണുന്നവര് പിന്നെ വീട്ടിൽ വന്ന് കാണാൻ ശ്രമിക്കലില്ല അല്ലെ. നമ്മൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ നിന്ന് കാണുമല്ലോ, എല്ലാ ഫ്രണ്ട്സിനെയും കാണും, നമ്മളെ ആശയക്കാരായ എല്ലാ ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇമാമ പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണവാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവാൻ മലക്കുകൾ അവിടെ ഹാജരുണ്ടാവും. അപ്പൊ നമുക്കറിയാം അല്ലെ, മലക്കുകൾ അവരെ കിതാബ് പൂട്ടി അവരും കുത്തുബ കേൾക്കുന്ന പറഞ്ഞു. ഓരോ ആഴ്ചയിലെയും കുത്തുബ ഞാൻ പറഞ്ഞില്ലേ, ഓരോ വ്യക്തികളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ഇന്ന് എന്റെ കുറ്റാണ് പറയുന്നെങ്കിൽ നാളെ വേറൊരാളത്, അതിന്റെ പിറ്റേന്ന് വേറെ. അപ്പൊ നമ്മളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും ഇത് അള്ളാഹു മൗലവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണോ എന്ന് തോന്നിപ്പോവും, അത്രക്ക് ഉണ്ടാവും കുത്തുബ കേൾക്കുമ്പോ. പിന്നെ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നമസ്കരിച്ചു. ചിലർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയി, അടുത്ത ചിലർ പള്ളിയിൽ, അതായത് ഇശാക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി കിതച്ചിട്ട് വരികയാണോ അല്ലെ. അതായത് ആ വരത്തത്ത് തുണിയെല്ലാം എടുത്ത് എന്നിട്ട് കാലിന്റെ മുട്ട് വരെ കണ്ടുപോണം, അമ്മാതിരി വരവ്, വസ്ത്രം പാറി പറപ്പിച്ചുകൊണ്ട് ഹൃദയിൽ വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതായത് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, എന്തെന്നാൽ നിങ്ങളുടെ റബ്ബ് സ്വർഗത്തിന്റെ ഒരു കവാടം തുറക്കുകയും മലക്കുകളുടെ മുന്നിൽ നിങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് അല്ലേ. മലക്കുകൾ അള്ളാഹ്ക്ക് ഇവര് ചിലപ്പൊക്കെയുള്ള പണിയാ, ഭയങ്കര കുളൂസാണ് അള്ളാഹ്ക്ക് നമ്മളെ കുറിച്ച് പറയാൻ. വേറെ ആരെ കൊണ്ട് കുറിച്ച് പറയുന്നില്ലാലോ അല്ലെ. വല്ലക്കത് കറന്ന ബനി ആദം അല്ലെ, ആദമക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. ആദമക്കളോട് അള്ളാഹ്ക്ക് വല്ലാത്തൊരു ഇഷ്ട. അത് എസ്പെഷ്യലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് അല്ലെ. ആ അവസാനം വന്നിട്ട് ആദ്യം താക്കോലും കൊടുത്ത് പറഞ്ഞേക്കാ, സ്വർഗത്തിന്റെ താക്കോലില്ലേ. നബിന്റെ എത്ര വല്യപ്പന്മാര് നബിമാരുണ്ട്, അവരൊക്കെ വെച്ചിട്ട് അത് നബിന്റെ, മുസാ നബിന്റെ, ഈസലാന്റെ ഒക്കെ വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ നമ്മൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. നമുക്ക് അങ്ങോട്ട് ഇഷ്ടം നമുക്ക് കടക്കുന്നില്ല അല്ലെ. നമ്മുടെ ഭർത്താവിനോട് ഇഷ്ടമാണ്, കുട്ടികളോട് ഇഷ്ടമാണ്, വീടിനോട് ഇഷ്ടമാണ്, നമുക്ക് പല പല ഇഷ്ടങ്ങളും ഉണ്ട് അല്ലെ. പക്ഷെ അള്ളാഹുവിനോട് ഇഷ്ടം. അപ്പൊ എന്നിട്ട് പറയാണോ അല്ലെ, സന്തോഷിക്കുക, മലക്കുകളുടെ മുമ്പിൽ വെച്ച് അള്ളാഹു നിങ്ങളെ കുറിച്ച് അഭിമാനത്തോട് പറയൂ, എന്റെ ദാസന്മാരെ നോക്കൂ, ഒരു നിർബന്ധ നമസ്കാരം കഴിഞ്ഞ് മറ്റൊന്നിനു വേണ്ടി കാത്തിരുന്ന് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കാരവും ദുആയും മറ്റും ഒന്നിനെ അതായത് നിസ്കരിച്ചും ദുആ ചെയ്തും ദിക്ർ എടുത്തൊക്കെ കാത്തിരിക്കുക. അത് വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് ദിക്റൊക്കെ ഓക്കെ, പള്ളിയിൽ നിന്നാകുമ്പോൾ ദിക്ർ എടുക്കാൻ പാടില്ല എന്നല്ല, പള്ളിയിൽ ഏറ്റവും പ്രതിഫലം നമസ്കാരത്തിന് തന്നെയാണ്. പിന്നെ ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, ഒരാൾ പള്ളി അടയിരിക്കുന്ന കൂടിനോളമോ അതിനേക്കാൾ ചെറുതോ ആയ ഒരു പള്ളി അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ചാൽ അവന് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് ഒരുക്കുന്നതാണ് അല്ലെ. അപ്പൊ ഒരു ചെറിയ പള്ളി അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ, മൻ ബന മസ്ജിദൻ കാല ബുക്കൈറുൻ ഹസിബ്തു അന്നഹു കാല യബ്തഗി ബിഹി വജ്ഹില്ലാഹി വനല്ലാഹു ലഹു മിദ്ലഹു ഫിൽ ജന്ന. അവന് അതുപോലെ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കും. അതും പാവങ്ങളാണെങ്കിൽ അവർക്ക് ഒരു ഫുള്ള് പള്ളി നമുക്കും കഴിയൂല അല്ലെ. ആണെങ്കിൽ ഒരു പള്ളിക്ക് കഴിയില്ലെങ്കിൽ കുറച്ച് പള്ളിക്ക് പൈസ കൊടുത്താലും എല്ലാ വർഷവും നമുക്ക് കഴിയുന്നത്ര കൊടുത്താലും എന്താവും, നമുക്ക് അവിടെ ഒരു പള്ളിക്കുള്ള ഒരു വീടിനുള്ള സ്വർഗത്തിലെ ഒരു വീട് കിട്ടും. സ്വർഗത്തിലെ വീട് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷത്തിന്റെ വീടറ്റ കോടികളെ വീട്, എത്രയോ ഏക്കർ സ്ഥലം തന്നെ ഉണ്ടാവും അല്ലെ. നമുക്ക് ഇവിടുത്തെ കോടിയൊന്നും എണ്ണി നോക്കിയാൽ പറയാൻ പറ്റൂല, അത്രയും വിലമതിക്കുന്ന വീടുകളായിരിക്കും ഇവിടെ ഒരു ചെറിയ പള്ളി എടുത്താൽ കിട്ടുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, മസ്ജിദുൻ നബവി പുതുക്കി പണിതപ്പോൾ മനുഷ്യർ സ്വഹാബിമാർ അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ തയ്യാറായി. അപ്പോൾ
വളരെയധികം വിമർശിച്ചു അത്ര ഉസ്മാൻ റളിയല്ലാഹുവിനെ. നമുക്കറിയാം നബിയുടെ മകളെ ഭർത്താവാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രീതിയെ ആഗ്രഹിച്ച് ആരെങ്കിലും, അതായത് മൻ ബന ബിഹി വജ്ഹില്ലാഹി, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ആരെങ്കിലും വീടുണ്ടാക്കിയാൽ സ്വർഗത്തിന് അള്ളാഹു ഒരു വീട് പണിത് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പള്ളി പുതുക്കി പണിതതെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒറ്റയ്ക്ക് ഒരു പള്ളി നിർമ്മിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒന്നിച്ച് പണം സ്വരൂപിച്ചും ചെയ്യാം. പിന്നെ അൽ കർമാനി റളിയല്ലാഹുവിന് നിവേദനം ചെയ്ത ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പിതാവ് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതർ ആരെങ്കിലും പുറപ്പെട്ട് ഖുബാ മസ്ജിദിൽ പോയി അവിടെ വെച്ച് നമസ്കരിച്ചാൽ അവന് ഒരു ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലെ. അപ്പൊ ഖുബാ മസ്ജിദ് എന്ന് പറയുന്നത് നമുക്കറിയാം, മദീനത്ത് പോയവർക്കൊക്കെ അറിയാം, പോയി കഴിഞ്ഞാൽ ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കും അല്ലെ. പിന്നെ അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവസാനത്തെ 10 മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇരുന്നിരുന്നു അല്ലെ. ഇഅ്തികാഫിന്റെ പ്രതിഫലം, അതെന്താ പ്രതിഫലം അല്ലെ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല കഴിഞ്ഞ റമദാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം അത്രയും പ്രതിഫലം ലഭിക്കുവാനും നമുക്ക് എന്ത് വേണം? പള്ളി വേണം, പള്ളിയിൽ പോകുന്നോലാവണം അല്ലെ. പിന്നെ എഴുത്തിക്കാഫിന്റെ ശരിയായ രൂപം, അതായത് റമദാൻ മാസത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ മാറ്റി നിർത്തി അള്ളാഹുവിനെ മാത്രം അല്ലെ. നമുക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ അത്ര ഒന്നും തക്കവ കിട്ടൂല അല്ലെ. അവിടുന്ന് ആകുമ്പോൾ നിസ്കാരം ഓത്തു, അത് കഴിഞ്ഞാൽ കുറെ ദിക്റും, പിന്നെ ആളുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച, നല്ല എൽമിന്റെ ഒരു സദസ്സാണ്, മാലാഖമാർ വട്ടമിട്ട് മറക്കും, നമ്മൾ എന്ത് ദുആ ചെയ്താലും അതും കൊണ്ട് അള്ളാഹു വാനലോകത്തേക്ക് മലക്കുകൾ പാറിപ്പറക്കുന്ന ഒരു മഹനീയ സദസ്സാണ് അതിലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും അടുത്ത റമദാൻ ഇപ്പൊ ഇനി 4-5 മാസേ ഉള്ളൂ, നമുക്ക് അതിൽ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം ദുആ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പലർക്കും ഹസ്ബൻഡുമാര് സമ്മതിക്കൂല, ഉമ്മ സുഖമില്ല, അങ്ങനെ പല വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ 10 ദിവസം വ്യക്തമായിട്ട് നല്ല വൃത്തിയിൽ ഇഅ്തികാഫിരിക്കാൻ സാധിച്ചു, അള്ളാഹു അവരുടെ ദുആ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും അപ്രകാരം ചെയ്യുക. പിന്നെ ഫർള് നമസ്കാരങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചാൽ ഇത്ര കൂലിയാണെങ്കിൽ ഹറമിൽ വെച്ചാൽ എന്തായിരിക്കും കൂലിയിലെ. നമുക്കറിയാം, പരിശുദ്ധ മക്കയിൽ വെച്ചിട്ട് ഒരാൾ ഒരു ഫർള് നമസ്കാരം ഒരു വക്ത് നമസ്കരിച്ചാൽ അദ്ദേഹത്തിന് പിന്നെ 1,00,000 പ്രതിഫലാണ് അല്ലെ. അതേസമയം അത് മദീനത്തെ പള്ളിയിലാകുമ്പോൾ 1000 പ്രതിഫലം, പിന്നെ മസ്ജിദുൽ ഖുബായ് മസ്ജിദുൽ അക്സ, അതായത് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നമസ്കരിച്ചാൽ 500 ഇരട്ടി പ്രതിഫലവും ലഭിക്കുന്നതായിരിക്കും. അപ്പം അതായത് പലരും വിചാരിക്കുന്നുണ്ടാവും, പാവങ്ങളാണ്, നമുക്ക് എങ്ങനെയാ ഉംറക്ക് പോകാൻ, നമുക്ക് ഹജ്ജിന് പോകാൻ, നമുക്ക് നമ്മളെ കയ്യിൽ പൈസ ഇല്ലാലോ. അതുകൊണ്ട് ഒരിക്കലും ഒരു സഹോദരിമാരും തഖ്നതൂ മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾ ആവർത്തിച്ച് ഹജ്ജോ ഉംറയോ റമദാനിലെ ഉംറ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, അള്ളാഹു വിൽ ഗിവ് യു അല്ലെ. അള്ളാഹു നിങ്ങൾക്ക് നൽകാതിരിക്കില്ല. അതൊരു വലിയ ഉദാഹരണം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ. ഈ സെലീന ഞാൻ എനിക്ക് എങ്ങനാ ഹജ്ജ് ചെയ്യാൻ പറ്റില്ല, ഉംറ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു, ഒന്ന് മക്ക കാണാം അല്ലെ, കണ്ടു, ഉംറ നിർവഹിച്ചു. അള്ളാഹിന്റെ കഅബം കാണുക എന്നുള്ള അള്ളാഹിനോട് ചോദിച്ച് അള്ളാഹു അതന്നെ ഇല്ല. ചോദിച്ച് നാണം കെട്ട് എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ അല്ലെ. അതുപോലെ അതായത് ആവശ്യക്കാരന് ഔചിത്യമില്ല, ചോദിക്കുന്നത് എത്ര പ്രാവശ്യമാണ്, അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കൂലല്ലോ അല്ലെ. നമ്മളെ നാട്ടിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ് 2-3ാമത്തെ പ്രാവശ്യം അവര് കയർക്കും, ഈവൻ ഞാനും അല്ലെ. പക്ഷെ അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കൂല. അത് നിങ്ങൾ നിർബന്ധം റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഹജ്ജാണെങ്കിലും ഉംറാണെങ്കിലും ഇനി പണക്കാരാണെങ്കിലും അള്ളാഹിനോട് ചോദിക്കാണ്ട് അതൊന്നും കിട്ടൂലല്ലോ അല്ലെ. പിന്നെ സ്വലാത്തുകള് അത് വെള്ളിയാഴ്ച രാവിലെ ഒരു മിനിറ്റ് സ്വലാത്ത് ചെയ്യണമെന്ന് നമുക്കൊക്കെ. വെള്ളിയാഴ്ചകളിൽ എനിക്ക് വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് കാണിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബു വൈഫഖി റിപ്പോർട്ട് ചെയ്ത്. അതായത് എനിക്ക് ചെല്ലുന്ന ധാരാളം സ്വലാത്ത് ചെല്ലുന്നവരാണ് എന്നോട് അടുത്തുള്ളത് അല്ലെ. അപ്പം വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മനുഷ്യന്മാരുടെ നേതാവാകുമ്പോൾ ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയും അതിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉണ്ട് എന്റെ അടുത്ത്. കാരണം വെള്ളിയാഴ്ച പലരും കാണാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന് നമുക്കറിയാം. പക്ഷെ അതിന് എണ്ണം നിശ്ചയിച്ച് ചെല്ലണ പല സ്ത്രീകളെ കാണാൻ പറ്റും. അതായത് വല്ല തെളിവുണ്ടോ അങ്ങനെ? 1000, 500 അങ്ങനൊക്കെ അല്ലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
അപ്പൊ നമ്മുടെ സെലീന ചോദിച്ചിട്ടുള്ള ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 1000 സ്വലാത്ത് ചൊല്ലി എത്ര കൂലി, 500 ചൊല്ലി അങ്ങനെ ഉണ്ടോന്നാണ്. അതായത് ഷെയ്ഖ് ഇബ്നു ഉഥൈമീൻ റഹിമഹുള്ള പറയുന്നു, വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1000 സ്വലാത്ത് ചെല്ലുക എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അങ്ങനെ പ്രത്യേക എണ്ണം നിശ്ചയിച്ചിട്ട് ചെല്ലാനുള്ള തെളിവുകളും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എപ്പോഴും സ്വലാത്ത് ചെല്ലാം, എസ്പെഷ്യലി ഫ്രൈഡേ അല്ലേ. അതായത് പ്രത്യേകമായിട്ട് വ്യാഴാഴ്ച രാവ് മുതൽ വെള്ളിയാഴ്ച മഗ്‌രിബ് വരെ കൂടുതൽ സ്വലാത്ത് ചെല്ലാം. പിന്നെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 10 സ്വലാത്താണ് ചെല്ലുന്നതെങ്കിൽ 100 സ്വലാത്ത് അള്ളാഹു ചെല്ലും, അല്ല 100 നന്മ അള്ളാഹു ചെയ്യും. 100 ചെല്ലുന്നതെങ്കിൽ 1000 നന്മ അള്ളാഹു നമുക്ക് വേണ്ടി എഴുതപ്പെടും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് ഇങ്ങനെ പിന്നെ എണ്ണി പറഞ്ഞ് ഇത്ര നിബന്ധമായിട്ട് ഇത്ര ചിട്ടയോടുകൂടി ഇത്ര ചെല്ലണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇമാം ആമീൻ പറയുമ്പോൾ അല്ലേ നമുക്ക് ഒരുപാട് നന്മകൾ ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഇമാമും ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാം ആമീൻ ചെല്ലുമ്പോൾ തന്നെ നിർബന്ധമായിട്ടും ആ ഫാത്തിഹ ചെല്ലുന്ന നമ്മളും ആമീൻ ചൊല്ലണം. അതായത് നമുക്കറിയാം ഫാത്തിഹ ഒരു ഹിദായത്ത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള ഒരു സിറാത്ത്, അതായത് സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ ഒരു ദുആയാണ്. അപ്പൊ ആ ദുആ ചൊല്ലി തീരുമ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ മലക്കുകളുടെ ആമീനുമായി ഇത് ഒത്തു വന്നാൽ മുൻ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ ആരെങ്കിലും ഒരാൾ നമസ്കാരത്തിൽ സഫുകളിലെ വിടവ് നികത്തിയാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കുകയും പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യും അല്ലെ. അത് നമുക്കറിയോ, നമ്മൾ ആരും തന്നെ സഫുകളിലെ വിടവ് നികത്താൻ ശ്രമിക്കലില്ല. ചിലർ മസിൽ പിടിച്ചു മുസല്ല കൊണ്ടുവന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും അല്ലെ. അങ്ങനല്ല, വിടവുകൾ നികത്തി കഴിഞ്ഞാൽ നികത്തുന്നവന് സ്വർഗത്തിൽ ഒരു വീടാ. അതോ കോടിക്കണക്കിന് വില മതിക്കുന്ന വീടാണ്. ഈ ഒരു ചെറിയൊരു പുണ്യകർമ്മത്തിന് അള്ളാഹു ഓഫർ ചെയ്യുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ സഹോദരിമാരെ? പിന്നെ നമുക്കൊക്കെ ഇത്രയും പ്രതിഫലം ഉണ്ടായിട്ടും എനിക്കൊരു സംശയം തോന്നുകയാണ്, എന്താണ് നമ്മുടെ സഹോദരിമാരൊന്നും ജുമാ ജമാഅത്തിൽ പങ്കെടുക്കണില്ലല്ലോ അല്ലേ? അത് തന്നെ. അപ്പൊ ആക്ച്വലി ഇതൊന്നും ചിലപ്പോൾ മേ ബി അറിയാത്തവരായിരിക്കാം ചിലരൊക്കെ അല്ലെ. അറിയായിട്ട് പറ്റും ചിലർ ഇത് അറിഞ്ഞിട്ടും അറിയാത്ത, അതായത് ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചൊല്ലുണ്ടല്ലേ. അതുപോലെ ചിലർക്കൊന്നും ഇത് അറിയായിട്ടായിരിക്കാം, മേ ബി പറഞ്ഞാൽ ഓല് പോകാൻ തുടങ്ങും. എന്നാൽ ഇത് അറിഞ്ഞിട്ടും ഇത് ജീവിതത്തിൽ പകർത്താത്ത ഒരുപാട് സഹോദരിമാർ നമുക്ക് ചുറ്റുമുണ്ട്. വേറെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത്രയും പ്രതിഫലമുള്ള ഒരു കർമ്മം നിങ്ങൾ ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത് ഒരു 12:30 ജുമാ തുടങ്ങും, ഒരു 12:10 മാക്സിമം വരാൻ ശ്രമിക്കും നിങ്ങൾ. അല്ലാഹു എല്ലാവർക്കും പോകാൻ സമയത്തിനും റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ. അതിനുള്ള ഒരു ആഗ്രഹവും അതിന്റെ പ്രതിഫലം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കർമ്മത്തിലേക്കും നമ്മൾ അട്രാക്റ്റഡ് ആവുന്ന അതിന്റെ പ്രതിഫലം അറിയുമ്പോഴല്ലേ. ഖുർആൻ പഠിച്ചാൽ, ഖുർആൻ ഓതിയാൽ, അൽബക്കർ ഓതിയാൽ, അലംറാൻ പഠിച്ചാൽ ഇത്ര പ്രതിഫലം ഉണ്ട് അറിയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നതല്ലേ. 4-5 ജ്യൂസൊക്കെ വെനക്കെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ പള്ളിയിൽ വെച്ചിട്ട് കാണാൻ സാധിക്കൂലേ. അവിടെ വെച്ച് എല്ലാവർക്കും കൈ കൊടുക്കുക, സലാം കൊടുക്കുക, അതൊക്കെ ഒരു പ്രതിഫലല്ലേ. എത്ര സത്യവിശ്വാസികൾ സലാം കിട്ടും. ഇപ്പൊ ഞാൻ കാലിന് സുഖമില്ലാതായ ഈ ആഴ്ചയായിരുന്നു പള്ളിയിൽ പോയില്ല. അപ്പൊ എത്ര ആളുകളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സലാം ചൊല്ലി എങ്ങനെയുണ്ട്, സുഖമുണ്ടോ, നമ്മൾ ദുആ ചെയ്തു ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സത്യവിശ്വാസികളെ കൂടെ ഒരുമിച്ചിരിക്കല്, അവർക്ക് വേണ്ടി ധനം ചെലവഴിക്കല്, അവരോട് കൂടിയിരുന്ന് സംസാരിക്കല്, അവരോടൊപ്പം നിസ്കരിക്കല്, ദുആ ചെയ്യല് എല്ലാം എന്താണ് പ്രതിഫലാർഹമാണല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന സംഗതികളാ. ആ ഒരു പ്രതിഫലം കൂടി ലഭിക്കുന്നു. അതുപോലെ തന്നെ രോഗിയായി കിടക്കുമ്പോൾ നമുക്ക് ഈ പള്ളിയിൽ പോകല് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാവുമോ? നല്ല ചോദ്യം. രോഗിയായി കിടക്കുമ്പോ പള്ളിയിൽ പോകുന്നോണ്ട് കാര്യമുണ്ടോ അല്ല, പോയത് കൊണ്ട് കാര്യമുണ്ടോ അല്ലെ. പോയ ആളെ രോഗിയായി പിന്നെ അതിന് സാധിച്ചില്ല എങ്കില് പണ്ട് പോയ ഒരാളാണ്, അയാൾ രോഗിയായി പോയി. അപ്പൊ അയാൾക്ക് എന്താ പ്രതിഫലം എന്നാണ് സെലീന ചോദിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്ന ഒരാളാണ് വിചാരിച്ചോളി. അപ്പൊ അയാൾ രോഗിയായി എത്ര കാലാണോ കിടന്നത് അത്രയും കാലം അയാൾക്ക് പള്ളിയിൽ പോയി എന്നുള്ള പ്രതിഫലം. ഞങ്ങള് പള്ളിയിൽ ഒരു CB ആലിക്കാന്റെ ഒരാളുടെ പള്ളീന്റെ ഭയങ്കര സെക്രട്ടറിയോ പ്രസിഡന്റ് എന്തോ സ്ഥാനത്ത് നിന്ന ആൾ ഒരുപാട് പള്ളിക്ക് വേണ്ടി കുറേ പ്രാവശ്യം പള്ളിയിൽ വന്നിട്ട് വീണ്
സുഖമില്ലാണ്ടായരാണ് മക്കള് പിന്നെ പള്ളിയിൽ വിടാണ്ടായത്. ആ സമയത്തൊക്കെ അയാൾ വീട്ടിലിരിക്കുമ്പോൾ ഇടക്കിടക്ക് കാണാൻ ചെല്ലും. അയാളായിട്ട് ഒരു അസ്ട്രോളജിക്കൽ ഒരു അറ്റാച്ച്മെന്റ് എനിക്കുണ്ട്. അയാളെ പേര് ആലിക്കോയ എന്നാണ്. അയാളെ മകളെ പേരും മുംതാസ് എന്നാണ്. എൻ്റെ പേര് മുംതാസ് ആണ്. എൻ്റെ അപ്പൻ്റെ പേര് ആലിക്കോയ എന്നാണ്. അപ്പൊ അങ്ങനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകള് അകാല ചരമം പറഞ്ഞ ക്യാൻസർ പിടിച്ചിട്ട് പണ്ടേ മരിച്ചു പോയത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് ചെല്ലും. ഞാൻ നിങ്ങളെ മോളാണ്ടോന്ന് പറഞ്ഞ് അങ്ങനെ തമാശ പറയുമ്പോൾ ഞാൻ പറയാം, ആലിക്കോയ്ക്കാ നിങ്ങൾക്ക് എത്ര പ്രതിഫലം അള്ളാഹു എഴുതുന്നത്, നിങ്ങൾ എത്രയായി ഇവിടെ ഇരുന്ന് കൂലി വാങ്ങുന്നത്. കാരണം അദ്ദേഹം സെക്രട്ടറി ആയി നിന്ന കൂലി, പള്ളിന്റെ ഭയങ്കര കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഓടി നടന്ന മനുഷ്യനായിരുന്നു. ദിനരാത്രങ്ങള് പള്ളി പോയ കൂലി, നിസ്കരിച്ച കൂലി, ജമാഅത്തിന്റെ കൂലി, പള്ളി പരിപാലിച്ച കൂലി, നിങ്ങൾക്ക് എത്ര കൂലിയാ കിട്ടാന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷത്തോടെ വിടരും അല്ലെ. അതായത് എനിക്ക് ഈ കൂലിയൊക്കെ കിട്ടുന്നതിൽ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പോ ഒരു സന്തോഷമാണ്. അത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വഹാബി ഒരു സ്വപ്നത്തിന്റെ ദൗത്യമായിട്ട് നബിന്റെ അടുത്ത് വരിക, പഠിച്ചോനെ ഈ മൂന്നാള് ഞാൻ കാരണം ദീനിൽ വന്നു. അതിൽ ഒരാള് ഉടനെ ഷുഹദായി, യുദ്ധത്തിൽ വന്ന ഉടനെ ഷുഹദായി, പിന്നെ ആള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷുഹദായി. ഒരു മനുഷ്യൻ കുറെ കിടന്ന് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് കുറെ കിടപ്പിലായ ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇവരെക്കാൾ ഷുഹദാക്കളെക്കാൾ മുമ്പിൽ സ്വർഗത്തിൽ. അത് ശരിയാണോ എന്ന് ചോദിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റിപ്ലൈ എന്താ? നമുക്കൊക്കെ വാർദ്ധക്യം രോഗം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വല്ലാത്തൊരു അലർജി അല്ലേ. പഠിച്ചോന് എന്താ വെച്ചാൽ അറുതലിൽ ഉമ്ര വരെ കിടന്ന് നരകിച്ച് മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അല്ലാതെ നമ്മൾ ഇനിയിപ്പോ വാർദ്ധക്യം വന്നാലും എന്താണ്, അത് ഒരുപാട് പ്രതിഫലാർഹമാണ്. സെലീന ചോദിച്ച പോലെ ഒരുപാട് കൂലിയാണ്. നമ്മൾ പള്ളി പോകാണ്ട് പള്ളി പോയ കൂലി, സുന്നത്ത് നോമ്പെടുക്കാണ്ട് സുന്നത്ത് നോമ്പിന്റെ കൂലി, ഫർള് നോമ്പെടുക്കാണ്ട് ഫർളിന്റെ കൂലി അല്ലേ. നമ്മൾ എന്തെല്ലാം ചാരിറ്റി ചെയ്യാണ്ട് ചാരിറ്റിന്റെ കൂലി, എല്ലാ കൂലിയും വെറുതെ. അതാണല്ലോ അല്ലെ ആരോഗ്യമുള്ള ആയുസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. എന്തായാലും 56ഓളം ഒരുപാട് പ്രതിഫലങ്ങൾ നിങ്ങൾ പറഞ്ഞു. 56 ഞാൻ പിന്നെ വീണ്ടും ഇപ്പൊ 75-ന് പ്രതിഫലങ്ങൾ കണ്ടു. അതായത് ഒന്നാമത്തെ സഫുകളുടെ മേൽ മലക്കുകൾ സ്വലാത്ത് ചെല്ലും അല്ലെ, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് പിന്നെ ഒന്നാമത്തെ സഫിനോടുള്ള ആൾക്കാരോട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുകൾ അവർക്ക് വേണ്ടി സ്വലാം ചെല്ലുന്നു. അത് ഇബ്നു മാജ, അഹമ്മദ്, ഹാക്കിം, അബുദാവൂദ്, അൽബാനി മുതലായവരെല്ലാം ജോയിൻ ആയിട്ട് ഇജ്തിമാ ചെയ്ത ഒരു ഹദീസാണ് അത് അല്ലെ എല്ലാവർക്കും. അപ്പൊ നമ്മൾ മുമ്പിലെ സഫിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? മലക്കുകൾ ഇങ്ങനെ അല്ലെങ്കിലേ നിസ്കാരത്തിലിരിക്കുമ്പോൾ സലാത്താണ്. ഇവിടെ പ്രത്യേക സലാത്ത് പറഞ്ഞെങ്കിൽ അതിന് പ്രത്യേക എന്തെങ്കിലും ഒരു ഫളലും ഉണ്ടാവും. പിന്നെ ഇർബാ ഇബ്ന സാരിയ എന്ന സ്വഹാബി പറയുന്നു, ആദ്യത്തെ സഫിന് വേണ്ടി പിന്നെ ഒരു 3 പ്രാവശ്യവും രണ്ടാമത്തെ സഫുകാർക്ക് വേണ്ടി 1 പ്രാവശ്യവും പാപമോചനത്തിന് സഫുകാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു അല്ലെ. അപ്പം അതും ഒരു നല്ലൊരു ഇതാണ്. അതായത് മലക്കുകൾ ആദ്യത്തെ സഫിലുള്ളവർക്ക് വേണ്ടി 3 പ്രാവശ്യവും രണ്ടാമത്തവർക്ക് വേണ്ടിയിട്ട് 1 പ്രാവശ്യവും പിന്നെ ദുആ ചെയ്യുന്നു. പിന്നെ ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ അള്ളാഹു സഫുകളിൽ വലതുഭാഗത്ത്, അതായത് ഇന്നല്ലാഹ വൽ മലായിക്കത്തു യുസല്ലൂന അലാ മയാമിനി സുഫൂഫി, അതായത് വലത് ഭാഗത്തുള്ള സഫുകാർക്ക് വേണ്ടി അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നു, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വലത്തു ഭാഗത്തെ സഫിൽ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവന് പ്രത്യേക ഫളായിലുകളുണ്ട്. അള്ളാഹു സലാത്ത് ചെല്ലും എന്ന് പറയുന്നത് ശരിയാണോ അല്ലെ? അള്ളാഹു നമുക്ക് വേണ്ടി സലാത്ത് ചെല്ലും എന്ന് പറയുന്നത്, അതായത് സലാത്തു ചെല്ലുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചൊരിയുന്നുവെന്നും മലക്കുകൾ നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ലേ. ചില കാര്യങ്ങൾ പറയുമ്പോൾ അള്ളാഹു നമുക്ക് സലാത്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്? അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹു അനുഗ്രഹം ചൊരിയുകയും ചെയ്യും. പിന്നെ ബാങ്കിന്റെയും നമസ്കാരത്തിന്റെയും ആദ്യ സഫിലുള്ള മഹത്വം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെങ്കിൽ അത് ലഭിക്കുവാനായി നറുക്കെടുപ്പല്ലാത്ത മറ്റു മാർഗം ഒന്നും കണ്ടെത്തുമില്ലെങ്കിൽ അതിനായിട്ട് നറുക്കിടുക തന്നെ ചെയ്യുമായിരുന്നു. അതായത് ബാങ്കിന്റെ ഇതിന്റെയൊക്കെ സഫിൽ ആദ്യത്തിൽ എത്തുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞെങ്കിൽ നറുക്കിട്ടെടുത്തെങ്കിൽ അവിടെ എത്തുമായിരുന്നു അല്ലെ. എന്തൊക്കെ കൂലികളാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പുതുതായിട്ട് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ 75, ഏകദേശം 75-നോടടുത്ത പ്രതിഫലങ്ങൾ ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലല്ലേ? നമ്മൾ തന്നെ എണ്ണിയൊക്കെ അത്ഭുതപ്പെട്ടു. നമുക്കൊരു 3-4 മാത്രമേ അറിയുമായിരുന്നുള്ളൂ അല്ലെ. ഇനി നമസ്കാരത്തിലേക്ക് നടക്കൽ ഒരു സ്വതക്കയാണ്. വകുല്ലു ഖുതുവത്തിൻ നഖതുഹാ ഇലാ സ്വലാത്തി സ്വതക്കത്തുൻ. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. നമസ്കാരം നിർവഹിക്കുന്നതിനായി നടക്കുന്ന എല്ലാ ചവിട്ടടികളും ഒരു സ്വതക്കയാണ്.
ജമാഅത്ത് നമസ്കാരത്തിലെ കാര്യത്തിൽ വീഴ്ച വരുത്തിയവർക്ക് അവരുടെ നാശത്തിലേക്കാണ് എത്തിയത്. ആണുങ്ങളെ സംബന്ധിച്ചാണ് കേട്ടോ. പെണ്ണുങ്ങൾക്ക് നിർബന്ധമില്ലെങ്കിലും മാക്സിമം പോയാൽ ഈ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കും. അപ്പൊ അതിൽ ചില സ്ത്രീകളൊക്കെ ചോദിച്ചു, നമുക്ക് ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് സമ്മതം ഇല്ലാണ്ട് പോകാൻ പറയാൻ വകുപ്പൊന്നുമില്ല അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം, എനിക്ക് പള്ളിയിൽ പോകണം, എന്നിട്ട് കുളിച്ച് മാറ്റി ഡ്രസ്സ് ചെയ്ത് ഇരുന്ന് നമ്മൾ ആ തഖ്വയോട് കൂടി ഇരുന്നിട്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രതിഫലം ചോദിക്കാം അല്ലെ. അള്ളാഹുവേ, എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കാത്താണ്, അതുകൊണ്ട് നീ എനിക്ക് പ്രതിഫലം തരണേന്ന് നമുക്ക് പറയാം അല്ലെ. പിന്നെ ബാങ്കില് പള്ളിയിൽ പോകുമ്പോൾ ഉള്ള 2 ദുആകളുണ്ട് ല്ലേ. ഒന്ന് അല്ലാഹുമ്മ ജഅൽനി ഫീ ഖൽബി നൂറൻ വഫീ ലിസാനി നൂറൻ വഫീ ബസരി നൂറൻ വഫീ സമൈ നൂറൻ എന്ന് പറഞ്ഞിട്ടുള്ള ദുആ അല്ലെ. അതായത് അള്ളാഹുവെ, എൻ്റെ ഹൃദയത്തിന് പ്രകാശം ചൊരിയണ്ടേ, എൻ്റെ മുമ്പിലും എൻ്റെ വലതുഭാഗത്തും എൻ്റെ ഇടതുഭാഗത്തും. ഈ ഒരു ദുആ ഉണ്ട്, ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യാം. നിങ്ങളെല്ലാം ദുആ ചെയ്യണം. ഈ ദുആ രാത്രി ഉറക്കത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കാരത്തിന് മുൻപേയും ചെല്ലുന്നത് നന്നായിരിക്കും അല്ലെ, നമുക്ക് നാളെ ആഖിറത്തിൽ വെളിച്ചം കിട്ടാൻ. പിന്നെ മറ്റൊരു ദുആ കൂടെ ഉണ്ട്, അതും പറഞ്ഞുതരാം. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഫളായിലുകളുള്ള ഒരു മഹത്തായ കർമ്മമാണ് അല്ലേ നമ്മൾ ഉപേക്ഷിക്കുന്നത്. നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ച റബ്ബേ, ഇത്രയും കാലം വെറുതെ പോയില്ലാലോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അള്ളഹാനോട് ദുആ ചെയ്യാൻ, പഠിച്ചോനെ റബ്ബേ, ഈ മഹത്തായ ഈ ഒരു സൽക്കർമ്മം ചെയ്യുവാനില്ലേ, ഭർത്താവിന് സമ്മതം ഇല്ലാത്തോലാണെങ്കിൽ സമ്മതം ലഭിക്കുവാനും അല്ലേ, അതിന്റെ പ്രതിഫലം ലഭിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇനി ഒഴിവൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ജോലികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്തിയിട്ടില്ലേ. നമുക്കറിയാം, നമ്മളിപ്പോ വ്യാഴവും തിങ്കളൊക്കെ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ വാഷ് ചെയ്യലും തുടക്കൽ അങ്ങനത്തെ പണികളൊക്കെ മാറ്റി വെച്ച് അന്നൊന്ന് റെസ്റ്റ് ചെയ്ത് ഇബാദത്ത് ചെയ്ത് നോമ്പ് പിടിക്കുക. കാരണം നമ്മുടെ അമലുകൾ നേരിട്ട് ആകാശ ലോകത്തേക്ക് ഉയരുന്ന ദിവസമായതുകൊണ്ട്. അതുപോലെ ഈ ഫ്രൈഡേ ദിവസത്തിന് നിങ്ങൾ തലേ ദിവസം പല പണികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ അമലിന് വേണ്ടിയിട്ട്, ഈ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഈ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സെഷൻ ആഫ്റ്റർ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു ഉപകാരപ്രദമായ അറിവ് ഷെയർ ചെയ്യാനുള്ള അറിവ് ഷെയർ ചെയ്യാനുള്ള ഒരു തൗഫീക്ക് നൽകിയതിൽ ഞാൻ അള്ളാഹുവിന് ഒരുപാട് സ്തുതി അർപ്പിക്കുകയാണ്. അള്ളാഹുവെ, ഇനി ഇതിനേക്കാൾ കൂടുതൽ, ഇതിനേക്കാൾ ഏറ്റവും ഹൈറായ ഒരു സദസ്സിൽ ഒരുപാട് ഇൽമുകളൊക്കെ എൻ്റെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാനും അതിനുള്ള യഥാർത്ഥ പ്രതിഫലം ലഭിക്കുവാനും മുത്തക്കിയായി മോമിനായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുമുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام ورحمة الله وبركاته. اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.